അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഞാനിവിടെ താമസിക്കുന്ന ഈ സ്ഥലം ദുബൈ പോലീസുകാർക്ക് ഇവിടുത്തെ ഭരണാധികാരി കൊടുത്ത വീടാണ്. അത് വാടകയൊന്നും കൊടുക്കാതെ താമസിക്കുന്നതാണ് അവർ മുഴുവനും യമനികളാണ്. അവരിവിടെ വതനികളെപ്പോലെ തന്നെയാണ് താമസിക്കുന്നത്. അല്ലാതെ ഇവിടെ താമസിക്കുന്ന മുതവത്തിനികളായ അറബികളില്ല. ഇവിടെ ജുമ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ മുഴുവനും ആൾക്കാരും മുഖീമീങ്ങളാണ്. ഇപ്പൊ ഇവിടെ അടുത്ത കാലം ഒരു മാസമായിട്ട് ഇവിടെയൊക്കെ വലിയൊരു കെട്ടിടം പണിയുന്നത് കൊണ്ട് എല്ലാവരെയും മാറി താമസിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ജുമ നടക്കുന്ന ഈ ജുമയിൽ തന്നെ കൂടണോ? ദുബൈയിൽ പൊതുവെ പ്രത്യേകിച്ചും ഇങ്ങനെ മുഖീമീങ്ങൾ കുറഞ്ഞ ഭാഗത്ത് അറബികളുടെ ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ജുമേര പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ ഉസ്താദ് ചെയ്യേണ്ടത്? നമ്മളത് ചിന്തിക്കേണ്ടതില്ലേ? അതൊക്കെ ഇവിടുത്തെ ഭരണാധികാരികളും ചെയ്യുന്നത് ജുമ സഹിയാണെന്ന് വെക്കുകയാണോ ഉസ്താദ് വേണ്ടത്? അസ്സലാമു അലൈക്കും. ഭരണാധികാരിയുടെ അനുമതി ഉണ്ടെങ്കിൽ ടൗൺ പോലെയുള്ള സ്ഥലങ്ങളിൽ മുഖീമിനെ കൊണ്ട് ജുമ നടത്താം എന്ന് ഹനഫി മദ്ഹബ് പോലെയുള്ള മദ്ഹബുകളിൽ അഭിപ്രായമുണ്ട്. എന്താ ഡോട്ടൊക്കെ ഒഴിവാക്കി? എന്താണ് അത് കഴിച്ചത്? ആർക്കെങ്കിലും ചോദിക്കാനോ മറ്റോ ഒക്കെ വരാനുണ്ടെങ്കിൽ ഡോട്ടിട്ട് ഒഴിവാക്കാതെ ആരും ഇല്ല അഡ്മിന്മാര്. ഡോട്ട് അവിടെ ഇങ്ങനെ ബാക്കി വെച്ചാലേ ഇസ്കൂന്റെ അവിടെ ബാക്കിയുണ്ട്, അവിടെ നോട്ടെ. പോയി ഇസ്കൂന്റെ പോയി. ഇസ്കൂൻ ഒറ്റക്ക് പോയി. ഇസ്കു ചിരിച്ചിട്ട് കാര്യമില്ല. ഇസ്കൂൻ ഒറ്റക്ക് ചോദ്യം ചോദിക്കണ്ടെന്നുള്ള ആൾക്ക്. അപ്പോ ഷാഫി മദ്ഹബ് അനുസരിച്ച് ആ ജുമാ സഹീഹല്ല എന്നതാണ്. എന്നാൽ ഷാഫി മദ്ഹബിൽ തന്നെ അങ്ങനെ ഒരു ലൈഫായ ഖൗലുണ്ട്, പറ്റുന്നു. ഹനഫി മദ്ഹബ് പോലെയുള്ള മദ്ഹബുകളിൽ ഭരണാധികാരിയുടെ അനുമതി ഉണ്ടെങ്കിൽ പട്ടണം പോലെയുള്ള സ്ഥലങ്ങളിൽ മുഖീമുങ്ങൾക്ക് ജുമാ നടത്താം എന്ന് അഭിപ്രായം. അതനുസരിച്ച് ജുമാ നടക്കുന്നുണ്ട്. ആ ജുമായിൽ നമുക്ക് പങ്കെടുത്ത് നിസ്കരിക്കുകയും ചെയ്യാം. എന്നാലും ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് സ്വഹീഹാകാത്ത ജുമാ ആയതുകൊണ്ട് ളുഹ്ർ മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അസ്സലാമു അലൈക്കും. ഇന്നലത്തെ മിനിയാന്ത ക്ലാസ്സിൽ ഫാസിഖിനെ തുടരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പൊതുവെ പള്ളിയിൽ പെരുന്നാൾക്ക് കഴിഞ്ഞാൽ മുലിയാന്മാരെല്ലാം ലീവിലേക്ക് നാട്ടിൽ പോവും. അപ്പോൾ അവിടെയുള്ള കാരണവന്മാരും കുറച്ച് ഇച്ചാന്മാരും കൂടി ബാങ്ക് കൊടുക്കുകയും നിസ്കരിക്കുകയും ചെയ്യും. നമ്മൾ പോകുമ്പോഴേക്ക് അവിടെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പോയി നിസ്കരിച്ചില്ലെങ്കിൽ അവരെ തുടരാൻ പറ്റാത്ത ആളെന്ന് നമ്മൾ ധരിക്കുകയും നമ്മൾ വലിയ ആണെന്ന് അവർ ധരിക്കുകയും തെറ്റിദ്ധരിക്കാനും കാരണമുണ്ട്. അപ്പോൾ ഈ ഫാസിഖ് എന്ന് അവർ എല്ലാത്തിലും ചില നാടന്മാരല്ലേ, അവരൊക്കെ എല്ലാത്തിലും പോയി ഒപ്പിടുന്ന കൂട്ടമായിരിക്കും. അപ്പൊ അവിടെ എന്താണ് ഉസ്താദ് ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും. അങ്ങനെയൊന്നും ഒരു ആളെ ഫാസിഖാക്കാൻ പറ്റൂല. ഫിസ്ക് കൊണ്ട് മഅറൂഫായ ആള് എന്നാണ് ആ പറഞ്ഞുകൊണ്ടുള്ളത്. മനസ്സിലായേ? ഒരാള് ഫാസിഖാണെന്ന് അറിയപ്പെട്ട് കഴിഞ്ഞ ആളെ തുടരലേ കറാത്തുള്ളൂ. എപ്പോഴും മനുഷ്യനെ നല്ലതേ വിചാരിക്കാവൂ. തന്നെയല്ല നമ്മൾ ഊഹം വെച്ചിട്ട് അയാൾക്ക് വേണ്ടാത്ത പലതും ചെയ്യുന്നുണ്ടാവാം, ഫാസിഖായിരിക്കാം എന്നൊന്നും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് കണക്ക് കൂട്ടാൻ പാടില്ല. എപ്പോഴും അതൊന്നും അങ്ങനത്തെ വലിയ ദോഷം ചെയ്യാത്ത ആളായിരിക്കും, നല്ല ആളായിരിക്കും എന്ന് തന്നെ വിചാരിക്കണം. പിന്നെ വ്യക്തമായി അയാള് ഫിസ്ക് ചെയ്യുന്നവനാണെന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പളാ കറാത്ത്. അതാണ് ഫിസ്ക് കൊണ്ടും
ബിദ്അത്ത് കൊണ്ടും മഅറൂഫായ ആളോട് തുടരൽ കറാഹത്താകും. അതങ്ങനെ തന്നെ വായിക്കണം. മനസ്സിലായില്ലേ? അവിടെ ശറയിൽ പറഞ്ഞിട്ടുണ്ട് ബിർലാ ഫാസിഖിനോടും എല്ലാ മുബ്തദിനോടും എന്ന് പറഞ്ഞാൽ 2 തരണ്ട്. മസ്തൂറുൽ ഹാലി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടരുണ്ട്, കുറേ ഉണ്ട്. മസ്തൂറുൽ ഹാലി നല്ല ആളാണെന്നും അറിയില്ല, എന്നാൽ മോശപ്പെട്ടവരാണ് എന്ന് വ്യക്തമായ രേഖയും നമ്മളെ കയ്യിലില്ല. അങ്ങനത്തെ ഓരെ പറ്റി പറയാം മസ്തൂറുൽ ഹാലി എന്ന്. മസ്തൂറുൽ ഹാലിനെയൊക്കെ തുടരാവുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് ഒരാൾ ഫാസിഖാണെന്ന് മഅറൂഫാണ്, പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ ഒരാൾ മുബ്തദി ആണെന്ന് മഷ്ഹൂറാണ്, എന്നാ തുടരാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ആ പറഞ്ഞോടത്തൊക്കെ തുടരാം. കാരണം അതൊക്കെ മസ്തൂറുൽ ഹാലായ അവസ്ഥ ഉള്ള ആളുകളാണ്. എന്നാൽ നല്ല ആളുകളാണെന്ന് ഉറപ്പ് അതും ഇല്ല, മോശപ്പെട്ടവരാണ് എന്നുള്ള അതും ഉറപ്പില്ല. അങ്ങനത്തെ മസ്തൂറുകളോട് തുടരാം. അത് ഈ പറഞ്ഞതിൽ വരില്ല. മഷൂറായ ഫിസ്ക് കൊണ്ടോ ബിദ്അത്ത് കൊണ്ടോ മഷൂറായ ആളുകളെ തുടരാൻ പാടില്ല എന്നാ പറഞ്ഞു. ഉസ്താദെ, ഇത് ഞാൻ വെറുതെ അല്ല ചോദിച്ചത്. ബിദ്അത്തിന്റെ ഉള്ളവരെ കുറിച്ച് പറഞ്ഞപ്പോ വലഹു മുത്തഹിമിൻ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ പോലും അവനെ തുടരേണ്ടതില്ല എന്ന് നാം കുറച്ച് ദിവസം മുമ്പ് ഓതി. അപ്പൊ ഈ മുബ്തദയും ഫാസിഖിനെയും ഒരൊറ്റ ഗണ്ണികയിൽ ഒരേ സമയത്ത് തന്നെയാണ് എണ്ണിയത്. അപ്പൊ അതേ ഈ മുബ്തദഇന്റെ അതേ ഗണ്ണയിൽ തന്നെ ഈ തെറ്റിദ്ധാരണ കൊണ്ടും പറ്റുമോ എന്നതാണ് സാറെ ഞാൻ ചോദിച്ചത്. മറ്റത് കൊണ്ടുമല്ല, എല്ലാരെ കൊണ്ടും എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. അസ്സലാമു അലൈക്കും. മുത്തഹമിനെ പറഞ്ഞോടത്ത് അവിടെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞല്ലോ, ലഹു നൗഉ ഖുവ്വ, വെറും മുത്തഹമായ പറ്റൂല, പ്രകടമായ ചില ലക്ഷണങ്ങളുടെ പേരിൽ എന്തു വേണം? മുത്തഹമായിരിക്കണം. പ്രകടമായ ലക്ഷണങ്ങൾ കൊണ്ടിട്ട് ബിദ്അത്തിന്റെ അല്ലെങ്കിൽ ഫിസ്ഖിന്റെ അടയാളങ്ങൾ പ്രകടമാകണം. അങ്ങനെയുള്ള മുത്തഹമ്. മുത്തഹമ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിന്റെ നേരെ കാണാത്ത ഒക്കെ മുത്തഹമിന്, പക്ഷെ അതിന് ചില അലാമത്തുകൾ കാണുന്നുണ്ട്. എന്നാൽ അത്തരം മുത്തഹമിനെ വിടേണ്ടത് തന്നെയാണ്. അതവിടെ പറഞ്ഞ ലഹു നൗഉ ഖുവ്വ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ആ മുത്തഹമിന്റെ അവിടെ ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, പിന്നെ പ്രത്യേകമായൊരു ചോദ്യമല്ല, ഇപ്പോൾ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ സ്ത്രീകൾക്ക്, നമുക്ക് സുന്നികളെ സംബന്ധിച്ചുള്ള വ്യക്തമാണെന്ന് തന്നെയാണ്, എന്നാലും തെറ്റിദ്ധരിച്ചാൽ സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല. ഇന്നിപ്പോ വഹാബികളൊക്കെ നിർബന്ധിച്ച് സ്ത്രീകളെ ജുമാന്റെ ദിവസം പള്ളിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ഇന്ന് നമ്മുടെ മക്കയിലും മദീനയിലും ഒക്കെ സ്ത്രീകൾ വന്ന് അങ്ങനെ നിസ്കരിക്കാറുമുണ്ട്. ഫർളില്ലാത്തൊരു കാര്യം അവർക്ക് കെട്ടുവിടുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. പിന്നെ അതിൽ തന്നെ ഒരു വഹാബി ചോദ്യം കൂടിയുണ്ട് ഉസ്താദെ. സാധാരണ നിങ്ങൾ പറയാറുണ്ട്, യാ അയ്യുല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി എന്ന് പറയുന്നിടത്ത് സുന്നികളത് വ്യാഖ്യാനിച്ചുകൊണ്ട് അർത്ഥം പറയാറുണ്ട്. അത് സമ്മതിക്കാം. യാ അയ്യുല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു എന്നുള്ള ആയത്ത് ഓതുന്നിടത്ത് അവിടെ നിന്നെന്ത് സ്ത്രീകൾ പുറത്തു പോകാത്തത് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അതും കൂടെ ഈ വിഷയം വന്നതുകൊണ്ട് ഉസ്താദ് ഒന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വൈക്കോട്ട്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഈ സൂര്യന്റെ ഇസ്കാലുകൾ റബ്ബേ. സൂര്യന്റെ ഇസ്കാലല്ല, വഹാബികള് പറയുന്ന ഇസ്കാല്. വഹാബിയക്കായാത് ഇസ്കാലൊന്നുമില്ല. ഓല് നാട്ടുകാരെ പെണ്ണുങ്ങളെ കൊണ്ടുവരല്ലാതെ മൗലവിന്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോലില്ല. അത് നിങ്ങൾ നോക്കണ്ടി. പള്ളിക്കല് ഖുത്ബ പ്രസംഗം നിർവഹിക്കുന്ന മൗലവി സാഹിബിന്റെ പെണ്ണുങ്ങൾ പെരയില് ചോറും കൂട്ടാനും വെച്ച് പെരയെ കുത്തിരിക്കുക. അതോടുകൂടി സൂര്യന്റെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ഇസ്കൂന്റെ പെണ്ണുങ്ങളെയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പള്ളിക്ക് പോന്നോളി എന്ന് പറയും ചെയ്യും. അതിൽ തന്നെ നിഫാഖാണെന്ന് ഉറച്ചില്ലേ.
അല്ലെങ്കിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ആദ്യം മൗലവിന്റെ പെണ്ണുങ്ങളെ കൂട്ട കൊണ്ടുപോകൂലേ? അതുകൊണ്ട് ഓടില്ല. അതാ രസം. പിന്നെ ഇത് രണ്ടും രണ്ടാണ്. ഞാനിപ്പോ ഇതിന് ആ അർത്ഥത്തിലല്ല, ഓലെ ഇത്തരം സംശയങ്ങളും ശബ്ദങ്ങളും ഒക്കെ അടക്കിക്കൊണ്ടുള്ള ഒറ്റ മറുപടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. എളുപ്പമുള്ള മറുപടി അതാ. മറ്റേ കുറെ സംസാരിക്കാതെ പെട്ടെന്ന് തീരും. ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞോടത്ത് ആമനു എന്ന് പറഞ്ഞതില് ആണും പെണ്ണും പെടും, ഇല്ലെങ്കിൽ എങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഓനോട് നല്ല നിരക്ക് പറയാ, ആ കുട്ടി അങ്ങനെ തന്നെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് കുറച്ച് കിതാബൊക്കെ കുറച്ച് തിരിയുമല്ലോ, സംഗതി ശരിയാണ്, അങ്ങനെ പെടേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു കേസ് എന്താന്ന് വെച്ചാൽ അള്ളാഹു തആല ഈ ഖുർആൻ ഇറക്കിയത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണല്ലോ. എന്നിട്ട് ഖുർആൻ പറയുന്നത് തുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, തങ്ങൾക്ക് ഇറക്കിപ്പെടാൻ കാരണം അള്ളാഹു തആല ഇറക്കി കൊടുക്കുന്ന ഖുർആനിന്റെ ഉദ്ദേശവും നിയമവും എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കൽ തങ്ങൾ ചെയ്യണം എന്നതിനു വേണ്ടിയാ തങ്ങൾക്ക് ഇറക്കി തന്നത്. അപ്പൊ ഖുർആന്റെ ബയാൻ ചെയ്യാനുള്ള അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ ഇല്ലാ അലാ അർബഅ, 4 കൂട്ടരല്ലാത്തവർക്കാണ് ജുമുഅ ഫർളായ കടമ ഉള്ളത്. എന്നിട്ട് പറഞ്ഞ് ഇംറാത്ത്, അബ്ദും മംലൂക്ക്, മരീള്, സ്വബിയ്, രോഗികൾ, കുട്ടികൾ, അടിമകൾ, സ്ത്രീകൾ എന്നിവർക്ക് ഒഴിച്ച് ജുമുഅ ഫർളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങളുടെ ഈ കൽപ്പനയിൽ, ഈ വിശദീകരണത്തിൽ നിന്ന് അവിടെ സ്ത്രീകൾ പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ പിന്നെ ഓൻ അവിടെ ഒരു സത്യാന്വേഷിയാണെങ്കിൽ പിന്നെ ഓൻ അവിടെ മിണ്ടാൻ പറ്റൂല. അല്ലാത്തവനോട് നമുക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഓൻ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ചിലക്കാൻ കുത്തിരിക്കുക, അങ്ങോട്ട് പറയണ ഓന്റെ ചോട്ട് കേൾക്കൂല. ആമനു എന്ന് പറയുന്നത് ജമ്മു മുദക്കറാണെന്നും അതിൽ മുഅന്നസ് പെടൂല എന്നും ഒക്കെ നിങ്ങളെ വ്യാകരണ നിയമമൊന്നും ഓനോട് പറഞ്ഞിട്ട് തരില്ല. ഈ മറുപടി പറഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിൽ പെടുത്തിയിട്ട് നോമ്പിന്റെ അവിടെ സ്ത്രീ പെടൂല എന്ന് നബി ബയാൻ ചെയ്യാത്തോടത്തോളം അത് പെട്ടെന്ന് വെച്ചാൽ മതിയല്ലോ. ജുമുഅന്റെ അവിടെ പെടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്തത് കൊണ്ട് പെട്ടില്ല എന്നും വെച്ചാൽ മതിയല്ലോ. ഇനി തർക്കത്തിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ അതിന് വായടപ്പം മറുപടി പറയുകയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു എന്നതുകൊണ്ടല്ല നോമ്പ് ഫർളാകുന്നത്, മറിച്ച് ഫമൻ ഷഹീദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു എന്ന ആയത്ത് കൊണ്ടാണ് നോമ്പ് ഫർളാകുന്നത്. അതിനുള്ള മറുപടി അതാ കേട്ടോ. ഫമൻ ഷഹീദ മിൻകുമുശ് ശഹ്റ, ഈ മൻ എന്ന വമൻ വമാവാ അൽ തുസാവി മാദുകിർ വഹകദാദു ഇൻദ തയ്യിൻ ശുഹ്ർ, ആ അൽഫിയയിൽ അങ്ങനെ പറഞ്ഞേന്. മൻ മാ തുടങ്ങിയത് മുഅന്നസിനും മുദക്കറിനും മുഫ്രദിനും തസ്നിയക്കും ജമ്മിനും വരുവഴും, മനസ്സിലായില്ലേ? ഏകവചനമായിട്ടും ദ്വിവചനമായിട്ടും ബഹുവചനമായിട്ടും സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും ഉപയോഗിക്കും. മൻ മാ തൊയ്യു ഗോത്രക്കാരുടെ അടുക്കലുള്ള ദൂ, ഇത് 3. അപ്പം അല്ലാഹു തആല പറഞ്ഞു ഫമൻ ഷഹീദ മിൻകുമുശ് ശഹ്റ എന്ന മൻ എന്നതിൽ ആണും പെണ്ണും ഉൾപ്പെടും. അല്ലാഹു തആല പറഞ്ഞത് മൻ ഷഹീദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു എന്ന, അതുകൊണ്ടാണ് നോമ്പ് ഫർളാവുന്നത്. അല്ലാതെ യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഓക്കെ, ബൈക്ക് എടുക്കാത്ത അന്തം വിട്ട് ഇങ്ങനെ ഉത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദെ, വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല ഉസ്താദെ, കുറെ ദിവസമായി എന്നോട് ചോദിക്കാൻ വേണ്ടി പറയും. നമ്മുടെ ക്ലാസ് റൂമിലെ സുഹൃത്താണ്, എൻ്റെ ഒരു സുഹൃത്താണ്. പിന്നെ സുഹൃത്തിന്റെ കയ്യില് 1 വർഷമായിട്ട് വീട് പണിക്ക് വേണ്ടി മാറ്റിവെച്ച 1,00,000 രൂപ 1 വർഷമായിട്ട് സൂക്ഷിപ്പുണ്ട്. അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരുമോ എന്നറിയാനാണ് ഉസ്താദെ ചോദിച്ചത്. വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തതുകൊണ്ട് ഉസ്താദ് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഒരു കൊല്ലായിട്ട് 1,00,000 ഉറുപ്പ്യ സ്റ്റോക്ക് ഉണ്ട്. പെരെടുക്കാൻ വേണ്ടിയിട്ടായാലും വേണ്ടിയില്ല, പാള കെട്ടിക്കാൻ വേണ്ടിയിട്ടായാലും വേണ്ടിയില്ല. 1,00,000 രൂപ ഒരു വർഷം ഒരാളുടെ ഉടമയിൽ നിന്നാൽ 2.5% സക്കാത്ത് കൊടുക്കൽ വുജൂബാണ്. സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ തന്നെ നമ്മളിപ്പോ വിസക്കല താമസിക്കുന്നത്, ഇവിടെ താമസിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞ അതേ മാനദണ്ഡം തന്നെ. ഇവിടെ ആരുമില്ല, അറബികൾ തീരെ വരാറില്ല. ഞങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അറബികൾ തീരെ വരാറില്ല. ഇതൊരു ഡെസേർട്ട് പോലത്തെ ഒരു സ്ഥലമാണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രത്യേക റെസ്റ്റ് ഹൗസ് ഏരിയയാണ്. അപ്പൊ അത് അവിടെ എന്താ ചെയ്യേണ്ടത്? ജുമാക്ക് പങ്കെടുക്കണോ വേണ്ടേ? അപ്പൊ ആ ജുമാ കഴിഞ്ഞാൽ നമ്മൾ സുന്നത്ത് നിസ്കരിക്കേണ്ടി വരുമോ? അതൊന്നും അന്വേഷിക്കണം. അത് അലൂരിനോട് പറഞ്ഞ അതന്നെ വിഷയം. അവിടെ സ്ഥിര താമസക്കാരായ മുഅത്തിനീങ്ങൾ ഇല്ലാത്ത കാലത്തോളം നമ്മുടെ ശാഫി മദ്ഹബ് അനുസരിച്ച് ജുമാ സഹി അല്ല. എന്നാൽ ജുമാ സഹി ആണെന്ന് പറയുന്ന ചില മദ്ഹബുകാരുണ്ട്. ആ മദ്ഹബ് അനുസരിച്ചാണ് അവിടെ ജുമാ നടക്കുന്നത്. അതിൽ പങ്കെടുത്ത് നിസ്കരിക്കാം. പക്ഷേ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് ജുമാ സഹി അല്ല എന്നുള്ളത് കൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി രണ്ടാമത് ളുഹർ മടക്കി നിസ്കരിക്കേണ്ടതാണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട് പിന്നെ വന്നത്. ഞാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തോണ്ടാണ് ഇങ്ങനെ താമസിച്ചു നിന്നത്. നമ്മുടെ ക്ലാസ് റൂമില് ഒരാളുടെ ഒരു അമ്മോന് അവര് ആക്സിഡന്റ് ആയിട്ട് വലിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലാണ് ഉള്ളത്. ഇപ്പോ പള്ളിയിലോട്ട് ജമാഅത്തിനോ ജുമാക്കൊക്കെ പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. പക്ഷെ ഇരുന്ന് നിസ്കരിക്കാൻ അവർക്ക് പറ്റുകയും ചെയ്യും. പക്ഷെ വീട്ടിലുള്ള ആളുകൾക്ക് ഇമാമായിട്ട് ഇരുന്ന് നിസ്കരിക്കുന്നവരെ ഇവരെ തുടരാൻ പറ്റുമോ എന്നാണ് ഉസ്താദ് അവരുടെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പറ്റുമല്ലോ, ഒരു കുഴപ്പമില്ല. ഇരുന്ന് നിസ്കരിക്കുന്ന ഇമാമിനെ നിന്ന് നിസ്കരിക്കുന്ന മൗമൂമിങ്ങൾക്ക് തുടരാൻ പറ്റും എന്നതാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഹംബലി മദ്ഹബ് പോലെ മറ്റ് ചില മദ്ഹബുകളിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ഇമാമിനെ നിന്ന് നിസ്കരിക്കുന്നവർക്ക് തുടരാൻ പാടില്ലാന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇമാമ് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ മൗമൂമ് നിന്ന് നിസ്കരിക്കാം, യാതൊരു കുഴപ്പമില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ഉദാഹരണം, ഈ ഉഹദ് യുദ്ധ സമയത്ത് ഒരുപാട് പരിക്കേറ്റ് ക്ഷീണിതനായി നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് നിസ്കരിച്ചിരുന്നു. അപ്പോൾ മൗമൂമിങ്ങളോടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് ഒരു യാത്രാവേളയിൽ ഒരു കുതിരപ്പുറത്തുനിന്ന് വീണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്ക് പറ്റിയിരുന്നു. അങ്ങനെ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇരുന്ന് നിസ്കരിച്ചപ്പോഴും സഹാബത്തിനോട് ഇരുന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നു. എന്നാൽ അവസാനം അവിടത്തെ വഫാത്തിനടുത്ത സമയത്ത് രോഗബാധിതരായി അവശനായി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളിൽപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും രണ്ട് ചുമരിൽ പിടിച്ച് താങ്ങി ചെന്നപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിസ്കാരം തുടങ്ങിയിരുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ പിന്നോട്ട് മാറിയിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. അങ്ങനെ നബി തങ്ങൾ ഇരുന്ന് നിസ്കരിക്കുകയും സ്വഹാബത്തെല്ലാം നിന്ന് നിസ്കരിക്കുകയും ചെയ്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ശബ്ദം ബേക്കിലേക്ക് കേൾക്കാത്തത് കൊണ്ട് മുബല്ലിഗായിട്ട് ശബ്ദം കേൾപ്പിച്ചു. അപ്പോ ആദ്യം അങ്ങനെ നിന്ന് നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെ നിന്ന് നിസ്കരിക്കാനും ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മൗമൂമിങ്ങളും ഇരിക്കാനും പറഞ്ഞെങ്കിലും അവസാനത്തെ നിയമമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ നിയമം. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് സ്വഹാബാക്കൾ നിന്നുകൊണ്ട് ആ ഇരുന്ന് നിസ്കരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് നിസ്കരിച്ചത് സഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് കൊണ്ട്
ഇമാമ് നിന്ന് നിസ്കരിക്കാനും എന്നില്ല, ഇരുന്നാലും മഅ്മൂമീങ്ങൾ നിന്ന് നിസ്കരിക്കാം, തുടർച്ച സഹിയാകും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് നേരത്തെ ചോദിച്ച സക്കാത്തിന്റെ മസ്അലക്ക് ഒരു അനുബന്ധമായിട്ടുള്ള ചോദ്യമാണ്, വിഷയത്തിൽ ബന്ധപ്പെട്ടതല്ലാതെ ക്ഷമിക്കണം. ഒരാള് 1,00,000 ഉറുപ്പ്യ ഒരാളെ കയ്യിൽ കടം കൊടുത്തതുണ്ട്. അത് ഏതാനും വർഷങ്ങളോളായി. അത് തിരിച്ചു കിട്ടുന്ന കാശാണ്, സ്വീപ്പാക്കുന്ന പൈസ ഒന്നുമില്ല. പക്ഷെ തിരിച്ചു കിട്ടിയിട്ടില്ല. 1-2 വർഷങ്ങൾ കഴിഞ്ഞു. ആ 1 വർഷം കഴിഞ്ഞാൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. 2.5% അഥവാ 1,00,000ത്തിന്റെ 2.5% 2,500 ഉറുപ്പിക 1 കൊല്ലം കഴിഞ്ഞപ്പോൾ സക്കാത്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും എത്രയോ വർഷങ്ങളായിട്ട് കടമായിട്ട് അവിടെ നിലനിൽക്കുകയാണെങ്കിൽ പിന്നെ ആ 1,00,000ത്തിന് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ആ സക്കാത്തിൽ നിന്ന് കുറഞ്ഞ 2,500 ആദ്യത്തെ വർഷം കുറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ രണ്ടാമത്തെ വർഷം പിന്നെ 2,500 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ കുറഞ്ഞത് ഇങ്ങനെ കൂട്ടിയിട്ട് 1,00,000ത്തിൽ നിന്നും എത്രയോ അംശങ്ങളാണ് കുറഞ്ഞത്. ആ കുറഞ്ഞത് മാത്രം കണക്കിലെടുത്ത് കൊടുത്താൽ മതിയോ? അതല്ലെങ്കിൽ കൊല്ലം തേഞ്ഞ് കിടക്കുന്നതായതുകൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത പൈസ ആയതുകൊണ്ട് 1,00,000 തന്നെ അവിടെ സ്റ്റോക്ക് ഉണ്ടല്ലോ എല്ലാ കൊല്ലവും. അപ്പൊ അതുകൊണ്ട് ആ 1,00,000ത്തിന് ഫുള്ളായിട്ട് തന്നെ ഓരോ വർഷവും കൊടുക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ കുറഞ്ഞതിന്റെ വിഹിതം കുറച്ചിട്ട് കൊടുത്താൽ മതിയോ എന്നാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. 1,00,000 കിട്ടുന്ന ഉറപ്പുള്ള 1,00,000 ഓരോ കൊല്ലം കഴിയുമ്പോഴും സക്കാത്ത് കൊടുക്കണം. അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് സക്കാത്ത് കൊടുത്താൽ കിട്ടാൻ പിന്നെയും 1,00,000 ഉണ്ട്. അപ്പൊ അടുത്ത കൊല്ലവും ആ 1,00,000ത്തിന്റെ തന്നെ കൊടുക്കണം. അതേ സമയത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പൊ 1,00,000 അവിടെ ഉണ്ട്. അതേ 1,00,000 തന്നെ പിറ്റത്തെ കൊല്ലം ഉണ്ടെങ്കിലും ഈ വേറെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാത്തോടത്തോളം സക്കാത്ത് ഈ മുതലുമക്ക് നേരിട്ടാ ബന്ധപ്പെടുക. അപ്പോ 1,00,000 നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ 1 കൊല്ലം തികയുമ്പോൾ 2,500 എന്തായി ഫക്കീറന്മാരുടെ അവകാശമായി നിങ്ങളെ അവകാശത്തിൽ നിന്നിട്ട് പോയി. പിറ്റത്തെ കൊല്ലം ഈ 2,500 കഴിച്ച് ബാക്കിയുള്ളതിന്റെ സക്കാത്ത് കൊടുത്താൽ മതി. അതിന്റെ പിറ്റത്തെ കൊല്ലം അതിന്റെ ബാക്കിയുള്ളതിന് കൊടുത്താൽ മതി. എപ്പോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തു കൊടുക്കാത്തടത്തോളം കാലം. അതേ സമയത്ത് 1,00,000 കിട്ടാണ്ട് എന്നുള്ള നിലക്ക് അതിന്റെ സക്കാത്തായി നിങ്ങൾ കയ്യിൽ നിന്നിട്ട് 2,500 കൊടുത്താൽ പിന്നെയും അവിടെ നിൽക്കുന്ന 1,00,000ത്തിന് നിങ്ങളുടെ ഉടമ തന്നെ. അപ്പൊ അടുത്ത കൊല്ലം പിറ്റത്തെ കൊടുക്കുന്ന അതും 2,500 തന്നെ കൊടുക്കണം. കാരണം എന്താ? അയാളെ കയ്യിൽ കിട്ടാനുള്ളത് മുഴുവൻ നിങ്ങളെ കാശാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ 2,500 നിങ്ങളെ കാശല്ലാതായി, ആരാന്റെ സക്കാത്തിന്റെ അവകാശികളുടെ കാശായി. അപ്പൊ അതിന് പിന്നെ നിങ്ങൾ പിറ്റത്തെ കൊല്ലം കൊടുക്കണ്ട. ഇങ്ങനെയാണ് ഇപ്പൊ അതിന്റെ കണക്ക്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, എല്ലാവരും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല ചോദിക്കുന്നത്, അതുകൊണ്ട് എൻ്റെയും ചോദ്യം അത് തന്നെയാണ്. തേമം ചെയ്യുന്നതിനെ പറ്റിയുള്ള സംശയമാണ്. സാധാരണ തേമം ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ വിരൽ അല്ലെങ്കിൽ മോതിരം ഇട്ടിരുന്ന ഭാഗം, ആ ഭാഗത്തൊക്കെ ഈ മണ്ണ് അടിച്ചെടുക്കുന്ന കൈ കൊണ്ട് എത്തിക്കേണ്ടതുണ്ടോ? അതുപോലെ കണ്ണിന്റെ പുരികം ആ ഭാഗത്തൊക്കെ ഈ മണ്ണ് അടിച്ച കൈ കൊണ്ട് നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ മണ്ണ് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മണ്ണെടുത്താൽ അടിച്ചെടുത്താൽ അവിടെ തന്നെ വീണ്ടും എടുക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ കുറച്ച് മണ്ണ് യാത്രയിലൊക്കെ പോകുമ്പോൾ കയ്യിൽ കുറച്ച് മണ്ണ് പൊതിഞ്ഞുകൊണ്ട് പോകാനോ അതിൽ നിന്ന് അടിച്ചെടുത്ത് തേമം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ചെറിയ സംശയങ്ങളാണ്. ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തയമ്മുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില സംശയങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ ചോദിച്ചത്. തയമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ പ്രാവശ്യം അതാ മുഖം തടകാൻ വേണ്ടിയിട്ട് അടിക്കുമ്പോൾ കയ്യിൽ മോതിരമുണ്ടെങ്കിൽ അത് അഴിച്ചു വെക്കൽ സുന്നത്തുണ്ട്. കാരണം അത്രയും സ്ഥലം മണ്ണ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട്. എന്നാൽ അത് നിർബന്ധമില്ല ഒന്നാമത്തെ അടി. കാരണം എന്താണ്? അത് മുഖം തടകാനായതുകൊണ്ട്.
എന്നാൽ കൈ തടകാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ അടി അടിക്കുന്നതിന് മുമ്പ് മോതിരം ഓരി വെക്കൽ നിർബന്ധമാണ്. മോതിരത്തോട് കൂടിയായാൽ സഹിയാവുന്നതല്ല. കാരണം വെള്ളമാണെങ്കിൽ മോതിരത്തിന്റെ ഉള്ളിൽ കൂടെ കയറ്റാൻ കയറിക്കോളൂ, അതേ സമയത്ത് മണ്ണ് അങ്ങനെ കയറൂല. അതുകൊണ്ട് മോതിരാൻ പോലെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കയ്യിൽ ഇറുങ്ങി നിൽക്കുന്ന വളകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തയമ്മത്തിന് തടസ്സാ. അപ്പോ രണ്ടാമത്തെ അടിയിൽ എന്തായാലും എന്ത് വേണം? ഈ മോതിരം ഊരി വെക്കണം, അത് ഷർത്താ. കാരണം അല്ല ഞാൻ കൈ തടകൽ പൂർണ്ണമാവൂല. ഒന്നാമത്തെ അടി മുഖത്തിനു വേണ്ടിയാണെങ്കിൽ പോലും ആ സമയത്ത് തന്നെ ഊരി വെക്കൽ സുന്നത്തുമാണ്. രണ്ടാമത് പറഞ്ഞത് കണ്ണടച്ചു പിടിച്ചിട്ട് കണ്ണിന്റെ പുറം ഭാഗത്ത് ഉൾപ്പെടെ അവിടെയല്ല, അത് ശ്രദ്ധിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് മൂക്കിന്റെ തൊട്ട് താഴെ, മൂക്കിന്റെ മുൻഭാഗം. അത് സാധാരണഗതിയിൽ കൈ ഇങ്ങനെ തടകിപ്പോന്നാൽ അവിടെ കൈയെത്താൻ സാധ്യത കുറവാണ്. അവിടെ പോലും ശ്രദ്ധിച്ച് കൈയെത്തണം. അതായത് മുഖം കഴുകൽ നിർബന്ധമായ പ്രത്യക്ഷ ഭാഗം. തിങ്ങിയ താടിയുടെ ഉള്ളുകൾ ഫർദില്ലെങ്കിലും നേരിയ താടിയുടെ ഉള്ളു കഴുകൽ ഫർദാണല്ലോ. എന്നാൽ നേരിയതാണെങ്കിലും തിങ്ങിയതാണെങ്കിലും താടിന്റെ ഉള്ളിൽ മണ്ണെത്തിക്കേണ്ട ആവശ്യമില്ല. പ്രത്യക്ഷ ഭാഗത്ത്, അത് മൂക്കിന്റെ മുൻഭാഗം ഉൾപ്പെടെ കണ്ണിന്റെ പോളകൾ ഉൾപ്പെടെ കണ്ണടച്ചു പിടിച്ചിട്ട് മുഖത്ത് മുഴുവനായിട്ടും ഒരു പ്രാവശ്യം മണ്ണെത്തിക്കണം. പിന്നെ പറഞ്ഞ എന്താണ്? മണ്ണ് ഒരിക്കൽ അടിച്ചെടുത്ത അതേ സ്ഥലത്ത് നിന്ന് തന്നെ രണ്ടാമത് അടിക്കാമോ? തീർച്ചയായിട്ടും, യാതൊരു കുഴപ്പമില്ല. ഒരിക്കൽ അടിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെ രണ്ടാമത് അടിക്കാം. അതുകൊണ്ട് മുസ്താമരാവൂല. മുസ്താമരാകുക എന്ന് പറയുന്നത് നമ്മൾ മുഖത്ത് തടകുമ്പോൾ ആ മുഖത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണ്ണ് നമ്മൾ അടിച്ചെടുത്ത അവിടത്തേക്കാകാഞ്ഞാൽ മതി. അതുപോലെ തന്നെ കൈ തടകുമ്പോൾ കയ്യിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണ്ണ് അതിലേക്ക് വീഴാതിരുന്നാൽ മതി. അല്ലാതെ മുഖം തടകാൻ വേണ്ടി അടിച്ച അതേ സ്ഥലത്ത് തന്നെ കൈ തടകാൻ വേണ്ടിയിട്ടും അടിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് മുസ്താമരാവൂല. മുസ്താമരാകാന്ന് പറഞ്ഞാൽ ഈ അവയവത്തിൽ തടവിയത് മണ്ണ് അവയവത്തിൽ എത്തിയതിന് ശേഷം താഴെ ഉതിർന്നു വീഴുമ്പോൾ ആ പൊടി മാത്രമാണ് മുസ്താമരാകുക. അത് ഈ അടിച്ചെടുക്കുന്ന ഭാഗത്തേക്ക് എത്താഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ യാത്രാവേളകളിലൊക്കെ വെള്ളം കിട്ടാതിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അല്പം തൊഹൂറായ മണ്ണ് കരുതി വെക്കൽ, ഒരു പടലാസിലോ മറ്റോ പൊതിഞ്ഞ് കരുതി വെക്കൽ നല്ലതാണ്. അതിൽ നിന്ന് തന്നെ എത്ര പ്രാവശ്യം അടിച്ചെടുത്താലും ആ ബാക്കിയുള്ള മണ്ണ് മുസ്താമലാവില്ല. പക്ഷെ എന്ത് കരുതിയാൽ മതി? അടിച്ചെടുത്തുകൊണ്ട് തടകുമ്പം അയക്ക് അതിൽ തൊട്ട് മുമ്പിൽ വെക്കാതെ ഒന്നിരിക്കൽ വലത് ഭാഗത്ത് അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അടിച്ചെടുത്തിട്ട് തടകുമ്പോൾ നാ മുന്നിക്കല്ലേ ഈ മണ്ണ് താഴുകയുള്ളൂ. അപ്പൊ ഈ കടലാസിലേക്ക് അതിൽ വീഴാത്തത് കൊണ്ട് എത്ര സമയം വേണമെങ്കിലും എത്ര പ്രാവശ്യത്തേക്ക് വേണമെങ്കിലും അതിൽ നിന്നിട്ട് അടിച്ചെടുക്കാവുന്നതും ആണ്. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ ഉസ്താദ്. പിന്നെ നമ്മുടെ ആമ്യ മോളുണ്ടല്ലോ, ആമ്യ അലി എന്നുള്ള ഐഡിയിലുള്ള ആ കുട്ടിക്ക് നല്ല സുഖമല്ല, പനിയാണ്. ഉസ്താദിന്റെ അടുത്ത് പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, നമ്മളെപ്പോഴും നല്ല അർത്ഥവത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാട്ട് പാടി നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അവിടത്തെ ആല് അഹ്ലി ബൈത്തിന്റെ ഹക്ക് ജാഹ് കൊണ്ടും പൂർണ്ണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നല്ല ശിഫ കൊടുത്ത് അല്ലാഹു തആല നല്ല നാഫിയായ ഇൽമും ആഫിയത്തും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ജയത്തിലും ക്ഷീണവും രോഗവും അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നല്ല നാഫിയായ ഇൽമുള്ള ഒരു കുട്ടിയായിട്ട് അല്ലാഹു തആല ആ കുട്ടിയെ വളർത്തുമാറാകട്ടെ. ഇനിയും ഒരുപാട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടാനും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, എൻ്റെ സംശയം, ഒരു നിത്യാശുദ്ധിക്കാരനായ പുരുഷൻ അദ്ദേഹം പഞ്ഞിയെല്ലാം വെച്ച് കെട്ടി അടിവസ്ത്രം ധരിക്കുന്നത് കൊണ്ട്
അദ്ദേഹം ഫിദിയ കൊടുക്കേണ്ടതുണ്ടോ? പിന്നെ ഒരു ദുആ വസിയത്ത് ഉസ്താദേ, എൻ്റെ ജ്യേഷ്ഠന് 5-8 വർഷം മുന്നേ ഒരു ഓപ്പറേഷൻ ചെയ്തായിരുന്നു. ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ സൗദി അറേബ്യയിലാണുള്ളത്. ഇപ്പോൾ വീണ്ടും രണ്ടാമത് ഭയങ്കര തലവേദനയാണ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദ്രീങ്ങളുടെ കറാമത്ത് കൊണ്ടും ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് കൊണ്ടും പൂർണ്ണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ആഫിയത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നിത്യശുദ്ധിയും ഫിദിയയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് എനിക്ക് മനസ്സിലായില്ല. നിത്യശുദ്ധിയുള്ള ആള് പുരുഷനാണെങ്കിൽ അയാള് പഞ്ഞി പോലത്തത് വെച്ച് കെട്ടുമ്പോൾ തന്നെ ഉള്ളിലേക്ക് കാര്യമായിട്ടൊന്നും പ്രവേശിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നോമ്പിന് കുഴപ്പമൊന്നും വരൂല്ല. അതേസമയത്ത് സ്ത്രീകളാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. നിത്യശുദ്ധിയുള്ള സ്ത്രീയാണ്, ഒന്നിരിക്കൽ മൂത്രവാർച്ച അല്ലെങ്കിൽ ഇസ്തിഹാലത്ത് പോലെയുള്ള നിത്യശുദ്ധിയുള്ളവരാണെങ്കിൽ നോമ്പുള്ള സമയത്ത് നോമ്പ് മുറിയുന്ന നിലക്ക് ഉള്ളിലേക്ക് കേറ്റി പഞ്ഞി പോലത്തത് വെക്കാതെ ആ ദ്വാരത്തിന്റെ മുഖത്ത് പഞ്ഞി പോലത്തത് വെച്ച് ബന്ധാക്കി കെട്ടി നിസ്കരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഈ പഞ്ഞി പോലത്തത് വെച്ച് കെട്ടുന്നതിന്റെ ഉദ്ദേശം ഈ അശുദ്ധി പുറപ്പെടൽ ലഘൂകരിക്കലാണ്. അത് ഉള്ളിലേക്ക് വെച്ചാൽ കുറച്ചുകൂടി നന്ന് എങ്കിൽ പോലും നോമ്പിനെ ബാധിക്കുന്നത് കൊണ്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കാതെ ആ ദ്വാരത്തിന്റെ മുഖം അടച്ച് പുറത്ത് പഞ്ഞി പോലത്തത് വെച്ചാൽ പുറത്തേക്ക് കൂടുതൽ കിഴിഞ്ഞു വരാതെ ഈ പഞ്ഞി പോലത്തതിൽ പറ്റി നിന്ന് പുറത്തേക്ക് നജസ് വരൽ കുറയുകയും ചെയ്യും. ഉള്ളിലേക്ക് കയറ്റി വെക്കാത്തത് കൊണ്ട് നോമ്പ് മുറിയുകയും ഇല്ല. പുരുഷന്മാരിത് പിന്നെ സാധാരണ തന്നെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന അവസ്ഥ ഇല്ലല്ലോ. ലിംഗത്തിന്റെ ആ ദ്വാരത്തിന്റെ മുഖത്ത് പഞ്ഞി പോലത്തത് എന്തെങ്കിലും അല്ലെങ്കിൽ കോട്ടൺ തുണിയോ പോലത്തത് വെച്ചിട്ട് കെട്ടിയാൽ മതി. സ്ത്രീകളുടേതാവുമ്പോ പഞ്ഞു പോലത്തത് യോനിയുടെ ഉള്ളിൽ കയറ്റി വെക്കലുണ്ട്. പക്ഷേ നോമ്പുള്ള സമയത്ത് ഉള്ളിലേക്ക് കയറ്റി വെക്കാതെ യോനി മുഖത്ത് വെച്ച് കെട്ടിയാൽ മതി. എന്നാ പിന്നെ നോമ്പിനും കുഴപ്പമില്ല, നിസ്കാരത്തിനും കുഴപ്പമില്ല. ഹലോ ഉസ്താദ് ഞാൻ ചോദിച്ചത്, ഉംറക്ക് ഈറാൻ ചെയ്താല് ഉംറക്ക് ഈറാൻ ചെയ്യുമ്പോൾ നിത്യശുദ്ധിക്കാരൻ അടിവസ്ത്രം ധരിക്കുമല്ലോ. അങ്ങനെ അടിവസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ഫിദിയ കൊടുക്കേണ്ടി വരും എന്നാണ് ഉസ്താദിന്. ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ഷമിക്കണം. നിങ്ങളിപ്പോ ഒരു വാക്ക് പറഞ്ഞ ഞങ്ങളെ കാര്യം കഴിഞ്ഞു. ഈ ഇത്രയും 200-ഓളം ആളുകള് നിങ്ങളെ അവ്യക്തമായ ചോദ്യം കൊണ്ട് ആണല്ലോ ഞാൻ ഏതായാലും ഇപ്പൊ ഇതിന് മെനക്കെട്ട് ഉത്തരക്ക് എന്റെ പിന്നെ സാരാക്കണ്ട. ഈ ആളുകളെയൊക്കെ നിങ്ങൾ കുതിരയൊക്കെയല്ലേ ചെയ്ത്. ഒരു കാര്യം ചോദിക്കുമ്പോഴേ ആ ചോദിക്കുന്ന ചോദ്യം മനുഷ്യന് മനസ്സിലാകുന്ന നിലക്ക് ചോദിക്കുക, അല്ലെങ്കിൽ തീരെ ചോദിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? നിങ്ങളെ കാട്ടിലും അതിൽ പോത്തായത് ഇപ്പൊ ഞാനാണ്, അവന്മാണല്ലോ പറയാ. നിങ്ങളല്ല, നിങ്ങൾ പോത്താക്കിയതാണ്, പോത്തായത് ഇപ്പൊ ഞാനാണ്. അതാണ് ഇപ്പൊ ഇത്. നിങ്ങൾക്ക് പാകം എത്ര ഉള്ളൂ? ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞു. ഹജ്ജെന്നോ ഉംറന്നോ ബാക്കി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഇവിടെ നോമ്പിന്റെ കാര്യം തൊട്ടടുത്ത് പറഞ്ഞ്, അതുപോലെ തേമത്തിന്റെ കാര്യമാണ് അതിന്റെ തൊട്ടുമുമ്പ് പറഞ്ഞത്. അതൊക്കെ ചോദിക്കുന്ന ആളുകൾ മുഴുവനായി ചോദിക്കുന്നു. അപ്പൊ നോമ്പിന്റെ അടുത്ത് വന്നപ്പോ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയിക്കുന്നത് ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ എന്റെ അടുത്താൻ പോരാത്ത നിങ്ങളെ അടുത്തല്ല. അതുകൊണ്ട് ഞാൻ ഈ സഭയോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു, സഭയെ അങ്ങനെ വിഷമിപ്പിക്കേണ്ടി വന്നേ. അസ്സലാമു എന്റെ സംശയം നമ്മള് ഇവിടെ അമ്പലി മദ്ഹബിന് ഇമാമിനെ തുടർന്നാണ് നിസ്കരിക്കുന്നത്. നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഉദു ചെയ്ത് അമ്പലി മദ്ഹബിന്റെ ഇമാമിനെ തുടരാൻ പറ്റുമോ? അതിൽ പ്രത്യേകിച്ച് കാര്യം ഇത് ചെയ്യാനുണ്ടോ എന്നുള്ള സംശയം തീർക്കാൻ ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും.
നിങ്ങളുടെ ചോദ്യം വ്യക്തമായിട്ടില്ല. മൈക്കിന് എന്തോ വിസിലടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. നിങ്ങളെ ശബ്ദത്തെക്കാൾ കൂടുതൽ വിസിലിന്റെ ശബ്ദമാണ് ഇന്ന് കേട്ടിരുന്നത്. നിങ്ങളെ ശബ്ദം വളരെ കുറവും വിസിലടിക്കുന്ന ശബ്ദം കൂടുതലുമായതുകൊണ്ട് ചോദ്യം വ്യക്തമായിട്ടില്ല. ശബ്ദം ശരിയാക്കിയിട്ട് മൈക്കെടുത്ത് രണ്ടാമത് ചോദിക്കാവുന്നതാണ്. ചോദ്യം വ്യക്തമാകാത്തത് കൊണ്ട് മറുപടി പറയാൻ നിവൃത്തിയില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്, പാഠത്തിലുള്ളൊരു ചോദ്യമാണ്. അപ്പൊ നമ്മളൊരു ഒരു മുഖീമാവാൻ ഉദ്ദേശിച്ചാൽ ഒരു സ്ഥലം എടുത്ത് വീടുണ്ടാക്കിയത് കൊണ്ട് മുഖീമാവോ, അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഉസ്താദ് വാർക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാ സ്ഥലത്ത് മുത്തവത്തിനാവണമെങ്കിൽ ആ നാട്ടിൽ സ്ഥിരതാമസം ഉദ്ദേശം വെച്ചുകൊണ്ട് താമസിക്കുക. വീടെടുത്തു എന്നതുകൊണ്ട് മാത്രമാവൂല. അതായത് ഈ നാട്ടിൽ സ്ഥിരതാമസം ലക്ഷ്യം വെച്ച് താമസിക്കുക. കുറെ കാലം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് പെൻഷനാകുന്ന സമയത്ത് നമുക്ക് പോകാം, പെൻഷനാകുന്നത് വരെ ഇവിടെ താമസിക്കുക എന്ന നില ആണെങ്കിൽ ആള് മുവാത്തിലാവൂല, മുഖീമ. ഇവിടുന്നാണ് മരിച്ച് പിരിയ അള്ളാഹുമ്പം. അല്ലാതെ ഇവിടെ നിന്ന് വേറൊരു നാട്ടിലേക്ക് യാത്രക്കോ ജോലിക്കോ ഒക്കെ പോകാന്നല്ലാതെ ഇവിടുന്ന് മാറി താമസിക്കാൻ ഉദ്ദേശിക്കാതെ സ്ഥിരതാമസം ഉദ്ദേശിച്ചുകൊണ്ട് വീടെടുത്താല് ആ നാട്ടുകാരനായി. അതില്ല, കുറെ കാലത്തെ താമസം മാത്രമേ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് പോകണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ അത് 10 20 കൊല്ലം ഉണ്ടായാൽ പോലും ആള് മുഖീമ് തന്നെയാണ്, മുവാത്തിലാവൂല. അപ്പൊ നിയ്യത്തും കൂടി, താമസത്തിന്റെ ഒപ്പം നിയ്യത്ത് കൂടി അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ്, എന്റെ ചോദ്യം, ഒരു നാട്ടിൽ 40 ആളുകൾ മാത്രമുള്ളൂ ജുമാക്ക്. അങ്ങനെ ജുമാ നമസ്കാരത്തിന്റെ ഇടയിൽ ഒരാൾ സുഖമില്ലാതെ ആ നമസ്കാരത്തിൽ നിന്ന് ഒഴിവായാൽ മറ്റുള്ളവരുടെ നമസ്കാരം സഹിയാകുമോ, അതോ അവർ ളുഹർ മടക്കി നമസ്കരിക്കണോ എന്നാണ്. ദുആ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആകെ 40 ആളെന്നെ ഉള്ളൂ എങ്കിൽ അതിൽപ്പെട്ട ഒരാളുടെ നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റാതെ വന്നു എന്നാൽ അവരുടെ ജുമാ നഷ്ടപ്പെടുന്നതും ളുഹറാക്കി നിസ്കരിക്കൽ വുജൂബാവുന്നതുമാണ്. അതേസമയത്ത് 40-ൽ ആളുള്ളതിൽപ്പെട്ട 1-2 ആളുകളുടെ നിസ്കാരം കുഴപ്പമില്ലായതുകൊണ്ട് കുഴപ്പമില്ല. 40 ആളിൽ കുറയാതെ സ്വഹീഹായ ജുമാ വേണം, എന്നാലേ ജുമാ സഹിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ളുഹറാക്കി നിസ്കരിക്കേണ്ടി വരും. ആ ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ വരാനും ഉണ്ട്. ഏത് ജുമാ 40 ആളെ കൊണ്ട് നടക്കണം എന്ന് പറയുന്ന ഷർത്തിലേക്ക് ജുമാ സഹിയാകാൻ ആവശ്യമായ ഷർത്തുകൾ അതിനി നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വരികയും ചെയ്യും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ചോദ്യം വന്നിരുന്നു. ഒരാള് തന്റെ കുടുംബത്തെ നാട്ടിൽ നിന്ന് വിസിറ്റ് വിസക്ക് ജിദ്ദയിലേക്ക് കൊണ്ടുവരികയാണ്. ഉദാഹരണമായി ജിദ്ദയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ സൗകര്യപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു ഉംറ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ ആ വരുന്ന വരുത്ത് തന്നെ അവര് അവിടുന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് വരണോ എന്നുള്ളതാണ് ഒന്ന്. അവർ പിന്നെ രണ്ടാമത് ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അത് ഇനിയിപ്പോൾ ഇവിടുന്നാണെങ്കിൽ രണ്ടാമത് ഇനിയിപ്പോൾ ജിദ്ദയിൽ താമസിക്കുന്നതിനിടയിൽ ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവർ ഹറമിന്റെ പുറത്തു പോകണോ അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇഹ്റാം ചെയ്താൽ മതി, ജിദ്ദക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അമേക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇപ്പൊന്നല്ല, എപ്പോഴെങ്കിലും ഒരു ഉംറ ചെയ്യണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ മീഖാത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ മുമ്പോ ഇഹ്റാം ചെയ്യൽ വുജൂബാണ്. അങ്ങനെ ഇഹ്റാം ചെയ്യാതെ ജിദ്ദയിൽ വന്നാൽ ജിദ്ദയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് മക്ക ഷരീഫിൽ പോയി ഉംറ ചെയ്താൽ മീഖാത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഫിദിയ വുജൂബാകും. അപ്പൊ പിന്നെ അത് ഒഴിവാകാൻ പിന്നുള്ളത് മീഖാത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ഇഹ്റാം ചെയ്ത് വരലാണ്
നല്ല മാർഗം. അതായത് മക്കയിൽ പോകുന്നതിന് മുമ്പ് നേരെ മദീന പോവുക. മദീന സിയാറത്ത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് മദീനയുടെ മീഖാത്തിൽ നിന്നും ഉംറക്ക് ഇഹ്റാം ചെയ്ത് വന്നുകൊണ്ട് ഉംറ ചെയ്യാം. എന്നാൽ മീഖാത്ത് നഷ്ടപ്പെടാതെ ഫിദിയ വുജൂബാകാതെ പൂർണ്ണമായ നിലക്ക് ഉംറ ചെയ്യാൻ പറ്റും. അതിനുശേഷം ജിദ്ദയിൽ താമസിക്കുന്നതിനിടയിൽ ജിദ്ദയിൽ വെച്ച് ഉംറക്ക് പോകണം എന്ന് ഉദ്ദേശിച്ചാൽ ജിദ്ദയിലെ താമസക്കാരെ പോലെ തന്നെ അവിടെ നിന്ന് ഇഹ്റാം ചെയ്തു പോയാൽ മതിയാവും. പക്ഷേ നാട്ടിൽ നിന്ന് വരുമ്പം ഇപ്പം ചെയ്യണം എന്ന് ഉദ്ദേശമില്ല, സൗകര്യപ്പെടുമ്പം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാൽ തന്നെ ഇഹ്റാം ചെയ്തു വരണം എന്നാണ് നിയമം. അതല്ലെങ്കിൽ പിന്നെ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് മീഖാത്ത് കൊള്ള പോകണം പറഞ്ഞാൽ പുറനാട്ടിൽ നിന്ന് വരുന്ന അഞ്ചാലൊരു മീഖാത്ത് കൊള്ള പോകണം. അതിന് ഏറ്റവും നല്ലത് മക്കത്ത് പോണതിന് മുമ്പ് മദീനത്ത് പോയിട്ട് മദീന സിയാറ കഴിഞ്ഞ് പോരുമ്പോ അവിടുത്തെ മീഖാത്ത് ഇഹ്റാം ചെയ്ത് പോരുക. എന്നിട്ട് ഉംറ ചെയ്ത് പിന്നെ ജിദ്ദയിൽ താമസിക്കുമ്പോ ഇനി എപ്പം വേണമെങ്കിലും എവിടെ നിന്നാണോ ഉംറ ചെയ്യണം ഉദ്ദേശിച്ചത് അത് എവിടുന്നാണെങ്കിലും അവിടുന്നാണ് ഇഹ്റാം ചെയ്ത് പോയാൽ മതി. മക്കത്ത് നിന്നല്ലെങ്കിൽ, മക്കത്ത് നിന്നാണെങ്കിൽ ഹറമിന്റെ പുറത്തേക്കൊന്ന് പോകണം എന്ന് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരു ചോദ്യം കൂടെ ഉണ്ട് വന്നത്. പിന്നെ ഒരാള് ഒരു പാവപ്പെട്ട ഒരു സാധുവിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു കിണറുണ്ടാക്കുന്നതിലേക്കോ അല്ലെങ്കിൽ വീടുണ്ടാക്കുന്നതിലേക്കോ ആയിട്ട് കുറച്ച് സംഖ്യ ദാനമായിട്ട് നൽകി. പിന്നീട് ഇദ്ദേഹം മറ്റൊരു രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ന വ്യക്തിക്ക് എന്നോ ഇന്ന ആൾക്ക് എന്നോ നിജമാക്കാതെ ആളുകളിൽ നിന്നും ക്യാഷ് സ്വരൂപിച്ചുകൊണ്ട് ആ ക്യാഷ് സ്വന്തം ഈടാക്കുകയും ചെയ്താൽ അതിൽ തെറ്റുണ്ടോ? ആ ക്യാഷ് അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നതാണ് ഉസ്താദ് ഒരു ചോദ്യം വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതൊക്കെ നിയ്യത്ത് പോലെയല്ലേ ഇസ്കോ? അതായത് ഇയാള് സ്വന്തം കയ്യിൽ നിന്നൊരു കാശ് കൊടുത്തപ്പോ അയാൾ എന്താ ഉദ്ദേശിച്ചത്? ഈ മനുഷ്യനെ അപ്പൊ ഒരു ബുദ്ധിമുട്ടാ, അയാൾക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ കടം കൊടുക്കുകയാണ്. ഈ കടം ഞാൻ മറ്റു നിരക്ക് ഈടാക്കും എന്ന നിരക്കാണെങ്കിൽ അങ്ങനെ ആളോട് പിരിച്ചെടുത്തിട്ട് കിട്ടാനുള്ള കടം ഈടാക്കണതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇയാള് ഒരു പാവപ്പെട്ട ആൾക്കൊരു സംഖ്യ സ്വതക്കയായി കൊടുത്തു, എന്നിട്ട് പിന്നെ അയാളെ സഹായിക്കാൻ എന്ന പേരിൽ മറ്റുള്ളവരിൽ നിന്നിട്ട് പിരിവ് സഹായം സ്വരൂപിച്ച് അത് താൻ കൊടുത്തതിലേക്ക് എടുക്കാൻ പറ്റൂല. കാരണം സദക്ക ചെയ്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അയാളോടും തിരിച്ചെടുക്കാൻ പറ്റൂല, ആ സദക്ക വേറെ ആളോട് വാങ്ങാനും പറ്റൂലല്ലോ. അതേസമയത്ത് കടായിട്ട് കൊടുത്തേക്കാണെങ്കിൽ പറ്റും. ഒരു പാവപ്പെട്ട ആളെ കടം കൊടുത്ത് സഹായിക്കുകയാണ്, ആ കൊടുത്ത് സഹായിച്ചു. ഇനി ആ കൊടുത്ത് സഹായിച്ച വ്യക്തിക്ക് സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളോടൊക്കെ ഇയാള് കാശ് പിരിച്ചെടുത്തു. താൻ കൊടുത്ത അത്രയും സംഖ്യ നേരത്തെ കടമായിട്ടാ കൊടുത്തത്. ഈ സ്വരൂപിച്ച സഹായത്തിൽ നിന്നിട്ട് തനിക്ക് കിട്ടാനുള്ള കാശ് എടുത്ത് ഏറുണ്ടെങ്കിൽ അത് അയാൾക്ക് തന്നെ കൊടുത്താൽ അത് അയാളെ നെയ്യത്ത് പോലെ. സദക്ക കൊടുത്തേക്കാണെങ്കിൽ പിരിവെടുത്തുകൊണ്ട് അതിന് ഈടാക്കാൻ പറ്റൂല. കടം കൊടുത്തേക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കേൾക്കുന്നുണ്ടോ? എന്റെ സംശയം, നമ്മൾ ഇവിടെ അൻബലി മദബിന്റെ ഇമാമിനെ പോയി തുടരുമ്പോൾ ഷാഫി മദബ് അനുസരിച്ച് ഉദു ചെയ്ത് അൻബലി മദബിന്റെ ഇമാമിനെ തുടരാൻ പറ്റുമോ, അതോ അതിന് വേറെന്തെങ്കിലും ചെയ്യണോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ വുളൂഉം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാള് ഹംബലി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കുന്ന ഇമാമിനെ തുടരാൻ പറ്റുമോന്ന്? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഷാഫി മദ്ഹബുകാരനായിക്കൊണ്ട് ഹംബലി മദ്ഹബുകാരനെ തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പൊതുവെ ഹംബലി മദ്ഹബുകാര് ഷാഫി മദ്ഹബിനെക്കാട്ടിലും കർക്കശമാണ് നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബുകാരന് ഹംബലി മദ്ഹബുകാരനെ തുടരാൻ പറ്റാത്ത അവസ്ഥ വളരെ അപൂർവമായി ഉണ്ടാവും. ബിസ്മി ഞമ്മക്കും ഫർളുണ്ട്, ഹംബലി മദ്ഹബുകാർക്കും ഫാത്തിഹയിൽ ബിസ്മി ഫർളാണ്. പക്ഷേ ഫാത്തിഹയുടെ ബിസ്മി
ഹംബലി മദ്ഹബുകാർ പതുക്കെ ഓതുള്ളൂ എന്ന് മാത്രം. എന്നാലും ഫർളാണ്, ഫാത്തിഹയിൽ ഒരായത്താണ്. അപ്പൊ ഷാഫി മദ്ഹബുകാരന് ഷാഫി മദ്ഹബുകാരൻ ആയിക്കൊണ്ട് തന്നെ ഹംബലി മദ്ഹബുകാരനായി ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. ഇനി സംഗതി വശാൽ ഏതെങ്കിലും ഒരു ഇമാമ് നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ചെയ്തു എന്ന് ഉറപ്പായാൽ അവിടെ പറ്റൂല, അല്ലാത്തവർക്കൊക്കെ പറ്റും. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇവിടെ വന്നൊരു ചോദ്യം വായിക്കാണ്. മുമ്പ് ഉസ്താദ് ഒരു ക്ലാസ്സിൽ പറഞ്ഞത് സമയം ആയതിനു ശേഷം നിസ്കാരം കളാക്കിയാൽ കുറ്റക്കാരനാവും. ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞത് ജുമാക്ക് രാവിലെ കിടന്നുറങ്ങിയാൽ ജുമ കഴിയുന്നതോട് കുറ്റക്കാരനാവും. മനസ്സിലാവുന്നില്ല ഉസ്താദ്. അസ്സലാമു അലൈക്കും. വഖത്ത് ആയതിന്റെ ശേഷം കിടന്നുറങ്ങിയാല് നിസ്കാരം നഷ്ടപ്പെടുത്തിയ കുറ്റക്കാരനാവും. വഖത്ത് ആകുന്നതിന് മുമ്പ് കിടന്നുറങ്ങിയിട്ട് നഷ്ടപ്പെടുത്താൽ അതുകൊണ്ട് കുറ്റക്കാരനാവില്ല. ഇന്നലെ അതിന്റെ മാറ്റം പറഞ്ഞു. ഇന്നലെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. ജുമാക്ക് സുബഹി മുതൽക്ക് ജുമായുടെ വഖത്ത് കടന്നിട്ടില്ലെങ്കിൽ പോലും ജുമാന്റെ ഹുക്മ് വരും. ജുമാ ഫർളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുബഹിക്ക് ശേഷം ജുമാ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏതും ചെയ്യൽ ഹറാമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു ഹലാലായ കാര്യത്തിന് വേണ്ടി യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ച ആൾ പ്രത്യേക ഉദ്റില്ലാത്ത സാഹചര്യത്തിൽ സുബഹിക്ക് ശേഷം യാത്ര പുറപ്പെടണമെങ്കിൽ ഒരു പക്ഷേ വഴിയിൽ വെച്ചോ അതല്ലെങ്കിൽ ജുമാന്റെ മുമ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് ആ ലക്ഷ്യസ്ഥാനത്ത് വെച്ചോ ജുമാ കിട്ടും എന്ന് കണ്ടെങ്കിലേ സുബഹിക്ക് ശേഷം യാത്ര ചെയ്യാൻ പാടുള്ളൂ. അല്ല വഴിയിൽ വെച്ചും ജുമാ കിട്ടാൻ സാധ്യതയില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ഇല്ല എന്ന് കണ്ടാൽ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര പോകൽ തന്നെ ഹറാമാണ്. എന്നതുപോലെയാണ് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകി രാത്രി ഉറക്കമൊഴിച്ചു ജുമാ നഷ്ടപ്പെടും എന്ന സാഹചര്യം വരുന്ന സമയത്ത് പകൽ നീണ്ട് കടന്നുറങ്ങിയിട്ട് ജുമാ നഷ്ടപ്പെടുത്തൽ യാത്ര കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് പോലെ തന്നെ. സുബഹിന്റെ മുമ്പാണെങ്കിൽ കുഴപ്പമില്ല, സുബഹിന്റെ മുമ്പാണെങ്കിൽ വഖത്ത് കടന്നിട്ടില്ല. അതേ സമയത്ത് സുബഹി മുതൽക്ക് ജുമാ ഫർളുള്ള ആളുകൾക്ക് ജുമാ നഷ്ടപ്പെടാൻ കാരണമാവുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടൽ ഹറാമാണ്. മനസ്സിലായല്ലോ? അതേ സമയത്ത് വന്നുണ്ടായിരുന്നു ഉണരുമെന്ന്, ഒരു പക്ഷേ വിളിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ കയ്യെത്താത്ത ദൂരത്ത് നല്ല ശബ്ദമുള്ള ആവർത്തിച്ച് മണിയടിക്കുന്ന അലാറം വെച്ചിട്ടുണ്ട്, ഉണരും എന്നുള്ള മിക്കവാറും ഒന്നുണ്ടായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങി, പക്ഷേ സംഗതി വശാൽ അറിയാതെ പോയി, എന്നാൽ അവന് എതിറുണ്ട്. അല്ലെങ്കിൽ ഈ യാത്രന്റെ യാത്രക്ക് വന്നപ്പോൾ നിങ്ങൾ എന്താ പറയാ, യാത്ര ഒരു മനുഷ്യൻ ഹലാലായ ഒരു കാര്യത്തിന് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു, വഴിയൊന്നും ജുമാ കിട്ടൂല, ലക്ഷ്യസ്ഥാനത്ത് എത്തൂല, ജുമാ നഷ്ടപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജുമാ ഫർദുള്ള ഒരാള് ഫജ്റിന്റെ ശേഷം പ്രത്യേകം അടിയന്തരമായ ചില സാഹചര്യത്തിൽ അല്ലാത്തപ്പോൾ യാത്ര പോകൽ ഹറാമാണ് എന്ന് പറയണമെങ്കിൽ ഇപ്പൊ വഖത്ത് കടന്നിട്ടില്ലല്ലോ എന്ന് പറയണ്ടേ. അതിനങ്ങനെയല്ല, സുബഹി മുതൽക്ക് പിന്നെ ജുമാ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും വരാതെ സൂക്ഷിക്കൽ നിർബന്ധമാണ്. ഉസ്താദെ, പിന്നെ വേറെ ഒരാള് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, എന്നെ പറ്റിക്കാണെന്ന് അറിയില്ല. ഭാര്യയുടെ മുലപ്പാൽ കുടിക്കുന്നതിന്റെ വിധി എന്ത്? എന്നെ പറ്റിക്കാനാണോന്ന് അറിയില്ല ഉസ്താദെ. അസ്സലാമു അലൈക്കും. പറ്റിക്കാതൊന്നും അവരുടെ കവി, അത് നല്ല മനുഷ്യന്മാരുണ്ട് ചിലവര്. അതായത് ഇറ്റങ്ങളടുത്തൊരു തെറ്റിദ്ധാരണ ഉണ്ട്, മുലകൂടി ബന്ധം വരുമെന്ന്. അതിൻ്റെ ചോദിക്കുന്ന ചോദ്യ, അത് വരൂല. 2 വയസ്സ് തികയാത്ത ഒരു കുട്ടിക്ക്
5 പ്രാവശ്യങ്ങളിലായി ഒരു സ്ത്രീയുടെ മുല കുടിച്ചാൽ ഈ കുട്ടി ആ സ്ത്രീയുടെ കുട്ടിയായി മാറും. അപ്പൊ അതിന്ന് വെച്ചിട്ട് ഈ കുട്ടി എന്നുള്ള പേര് മറന്നിട്ട് 5 നേരം ഒരു സ്ത്രീയുടെ മുലപ്പാല് ഒരു പുരുഷൻ കുടിച്ചാൽ അയാള് ആ പെണ്ണിന്റെ കുട്ടിയായി തീരും എന്ന് പറഞ്ഞാൽ പുതിയാപ്പളപ്പം ഭാര്യയായിട്ട് സല്ലപിക്കുന്ന സമയത്ത് അള്ളാഹു തആല ഹലാലാക്കിയതാണല്ലോ ഭാര്യയുമായിട്ടുള്ള സല്ലാപം. ആ സമയത്ത് ലൈംഗിക വീഴ്ചയുടെ തുടക്കത്തിൽ ഭാര്യയുടെ മുലപ്പാല് കുടിച്ചു. അപ്പൊ ഇയാൾക്കൊരു ഇഷ്കാലായി, പടച്ചോനെ മുലപ്പാല് കുടിച്ചാല് മകൻ ബന്ധം വന്നാ വിവാഹബന്ധം നഷ്ടപ്പെടുമല്ലോ, അപ്പം ഭാര്യയുടെ മുലപ്പാല് കുടിക്കൽ ഹറാമാവോ എന്നൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ആ പേടിയൊന്നും വേണ്ട, അങ്ങനത്തെ കുഴപ്പമില്ല. വലിയ 1-ാം നമ്പർ പ്രായപൂർത്തിയെത്തിയ പുരുഷനാവുന്ന ഭർത്താവ് ഭാര്യയുടെ മുലപ്പാല് എത്ര പ്രാവശ്യം കുടിച്ചാലും അതുകൊണ്ട് തെറ്റില്ല, അതുകൊണ്ട് മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയും ഇല്ല, ആകാവുന്നതാണ്. വേണമെന്ന് ഞാൻ പറയില്ല. മനസ്സിലായില്ലേ? കുറവായിട്ട് കാര്യമില്ല. പറയേണ്ട മസാല പറയണല്ലോ. അത് ചിലപ്പോഴും പലർക്കും തെറ്റിദ്ധാരണയാണ്. കുറവാണ്ട ആവശ്യമില്ല, അത് മുഴുവനായിട്ട് തന്നെ പറയാൻ കുറയേണ്ട ആവശ്യമില്ല. ഭാര്യയായിട്ട് ലൈംഗിക ബന്ധത്തിന്റെ മുമ്പും ലൈംഗിക ബന്ധത്തിനിടയിലും ഒരു സന്തോഷത്തിന് വേണ്ടി ഭാര്യയുടെ സ്ഥലം ഉപയോഗപ്പെടുത്താറുണ്ട്, ഉപയോഗപ്പെടുത്തുകയും വേണം. അക്കൂട്ടത്തിൽ മുലപ്പാലുള്ള ഭാര്യയാണെങ്കിൽ ചിലപ്പോൾ ഭാര്യയുടെ മുലപ്പാല് ഭർത്താവിന്റെ വായിൽ വന്നു, അതവനെ ഇറക്കിയാൽ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മസല പറയണോടത്ത് എന്ത് കുറവാ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖീന, അള്ളാഹു തആല ഹക്കിനെ തൊട്ട് ലജ്ജിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഹക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെ തൊട്ട് ലജ്ജിക്കേണ്ടതില്ല. അതൊന്നും ചുയിപ്പാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമല്ല. ചില ആളുകൾ ഇങ്ങനെ ബേജാറാകുകയാണ്, പടച്ചോനെ എന്താ പറ്റുക, അതുകൊണ്ട് ഇനിയിപ്പോ വിവാഹബന്ധം നഷ്ടപ്പെടുവോ, മുലകുടി ബന്ധം സ്ഥിരപ്പെടുവോ, അല്ലെങ്കിൽ ഹറാമാവോ എന്നൊക്കെ അറിയാഞ്ഞിട്ട് ചോദിക്കുക തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അത് പണ്ട് കീശീരിനോട് പറഞ്ഞിന്, പെണ്ണുങ്ങളടുത്തുനിന്നേ ഉസ്താദ് എന്നാണ് കിതാബ് ഓതിയപ്പോ സമയത്ത് പറഞ്ഞിന് പുതിയാപ്പൾക്ക് മുല ഒടിച്ചാന്ന്, അതുകൊണ്ട് എനിക്കിപ്പോ അത്യാവശ്യം മുലപ്പാലിന് പൂതിയുണ്ട് പറഞ്ഞാണ്ട് മുല ഒടിച്ച് കുട്ടിനെ പട്ടിണിയാക്കരുത് എന്ന് ദക്കി ഉസ്താദ് പറയുന്നുണ്ട്. അതിന് ഞാൻ അറിയില്ല. അല്ലെങ്കിൽ കുട്ടിക്ക് അതിന്റെ ബേബി ഫുഡ് വാങ്ങി കൊടുത്തുകാണ്ട് നിങ്ങൾ കുടിച്ചിക്കാണ്ട് വാലാട്ടാ നിക്കണ്ട കേട്ടോ. സംഗതി അങ്ങനെ സംഭവിച്ചാൽ തെറ്റില്ല എന്നാ പറഞ്ഞ്. കുട്ടികളെ പട്ടിണിയാക്കാൻ വേണ്ടിയിട്ട് കുടിച്ചിട്ടാകപ്പാടെ പ്രശ്നം ഉണ്ടാക്കണ്ട. സംഗതി അങ്ങനെ സംഭവിച്ചാ അതുകൊണ്ട് തെറ്റില്ല, അതാപ്പ നമ്മള് പറയുന്നത്. ഇത് ചോദ്യമല്ല ഉസ്താദേ. പിന്നെ ചില അറബ് രാജ്യങ്ങളിലൊക്കെ ചില മൗലവിമാർ ഫത്വ കൊടുത്തും തോന്നുന്നുണ്ട്. ഓരോ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ സ്ത്രീകളും അന്യപുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉള്ളടത്ത് മുല കുടിച്ചാൽ മതി, എന്നാ പിന്നെ ആ ബന്ധം വരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ബലഹീനമായ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ സ്വന്തം ഇജ്തിഹാദൊക്കെ ആയിരിക്കും. അപ്പൊ എന്റെ ചോദ്യം പിന്നെ ഇവിടെ നിസ്കാരത്തെ സംബന്ധിച്ചുള്ളതാണ്. ഇവിടെ നമ്മൾ സൗദി അറേബ്യയിൽ നിസ്കരിക്കുമ്പോൾ ഇവർക്ക് സഫ് 3 മുഴത്തിനേക്കാൾ കൂടുതൽ, സഫിന്റുകൾക്കുള്ള ഇടയിലുള്ള ദൂരം 3 മുഴത്തിനേക്കാൾ കൂടുതലാവുന്നതിന് ഇവർക്ക് തടസ്സമായിട്ട് കാണാറില്ല. ചിലപ്പോൾ തൂണ് ഇടയുണ്ടെങ്കിൽ ആ ഭാഗം തന്നെ ഒഴിവാക്കും, പിന്നെ തൊട്ടടുത്തുള്ളതാണ് പിന്നെ വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ 3 മുഴത്തിനേക്കാൾ കൂടുതൽ അകലം ഇരു സഫുകൾക്കിടയിലും വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് ആ സഫിൽ തുറന്ന് നിസ്കരിച്ചാൽ, പിന്നീടുള്ള സഫിൽ തുറന്ന് നിസ്കരിച്ചാൽ നമുക്ക് ജമാഅത്തിന് കൂലി കിട്ടുക എന്നുള്ളതാണ് സംശയം. ആയിക്കോട്ടെ. അത് നമ്മളെ സംബന്ധിച്ച് നല്ല പ്രശ്നം തന്നെയാണ്. ഹംബലികളെ സംബന്ധിച്ച് തൂണ് മിമ്പർ പോലത്തത് കൊണ്ട് ഇടമുറിയുന്നുണ്ടെങ്കിൽ അതിനിപ്പുറം നിന്നാ മതി, അവിടെ ഈ 3 മുഴം എതിർ വരൂല. ഓലെ സംബന്ധിച്ച് അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ മദ്ഹബ് അനുസരിച്ച് തൂണോ മിമ്പറോ പോലുള്ളത് കൊണ്ട് ഇടമുറിഞ്ഞാലും അത് സ്വഫായി എണ്ണുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടാണെങ്കിൽ പോലും 3 മുഴത്തേക്കാൾ അകലം വന്നാൽ ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടുത്തും. അപ്പൊ ഇവിടുത്തെ പല പള്ളികളിലും പോയാൽ തൂണ് വരുന്ന ഭാഗത്ത് ഒരു സൊഫിന്റെ സ്ഥലം ഒഴിവിട്ടിട്ട് അതിന്റെ ബാക്കിൽ 3 പ്രാന് സൊഫ് കിട്ടുക.
അപ്പൊ അതിന്റെ ബേക്കിൽ വന്നു നിന്നാൽ ഷാഫി മദ്ഹബുകാരായ ഞമ്മക്ക് ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് ഉസ്താദ് അറിയാൻ കഴിഞ്ഞത്. ഉസ്താദെ, ഒരു 2 ചോദ്യം കൂടെ ഇപ്പൊ വന്ന 2 ചോദ്യം ഉണ്ട്. പിന്നെ ഒന്ന് ഈ നേരത്തെ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ ഒരു സഹോദരി അയച്ചൊരു ചോദ്യമാണ്. അത് സ്ത്രീകൾക്ക് അവർ സ്ഥിരം ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ഉസ്താദ് ഒരു ചോദ്യം. പിന്നെ ഇത് ഒന്ന് ഉസ്താദ് ഒന്ന് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഉസ്താദെ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തെറ്റിദ്ധരിപ്പിക്കലില് ഇതൊക്കെ സക്കാത്ത് കൊടുക്കുന്നതിലപ്പുറമുള്ള ആഭരണങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ പലപ്പോഴും പല പുസ്തകങ്ങളും ലേഖകളിലൊക്കെ നടത്താറുണ്ട് എന്ന് ഞാൻ ഉസ്താദിനെ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ജമാഅത്തെ ഇസ്ലാമി ഒരു മുസ്ലിം സംഘടനയല്ല, അതൊരു കേവല ഭൗതിക രാഷ്ട്രീയ സംഘടനയാവുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഏത് അഭിപ്രായത്തിനും മതപരമായ കാര്യത്തിൽ പ്രസക്തിയില്ല. ഒന്നാമത് അത് മനസ്സിലാക്കുക. അതേസമയത്ത് മുജാഹിദ് അങ്ങനെയല്ല. മുജാഹിദ് മതസംഘടന, അവര് അടുക്കൽ ചില പിഴവുകളുണ്ട്, അത് സത്യമാണ്. ബിദഈയായ ഒരുപാട് വിശ്വാസങ്ങൾ വഹാബികളുടെ അടുത്തുണ്ട്. എന്നാലും അതൊരു മതസംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പോലെ ഒരു കേവല ഭൗതിക രാഷ്ട്രീയ സംഘടന. അതുകൊണ്ട് തന്നെ അവര് അതുമായി ബന്ധപ്പെട്ട ഗ്യാസും കുറ്റിയാണോ നല്ലത്, കോണിയാണോ നല്ലത് എന്നൊക്കെ പറയാം. അത് നിങ്ങൾക്ക് പാടുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം, അത്രയേ ഉള്ളൂ. ഇസ്ലാമും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം അത്രേ ഉള്ളൂ. അവർക്ക് പറയാ മോഡിനെ അംഗീകരിക്കാൻ പറ്റുമോ, അതല്ല നമ്മളെ പഴയ സിംഗ് തന്നെയാണോ നല്ലത്, അതൊക്കെ അവർക്ക് പറയാ. കാരണം അതിന്റെ ആൾക്കാരാണ്, രാഷ്ട്രീയക്കാരാണല്ലോ, ഓരോ പറഞ്ഞോട്ടെ. സക്കാത്ത് കൊടുക്കേണ്ടത് എന്തിനാണ്, സക്കാത്ത് കൊടുക്കേണ്ടത് എന്തിനാണ് എന്നൊക്കെ പറയുന്നത് മുസ്ലിം സംഘടനകൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ അർഹതപ്പെട്ടവർ പറയേണ്ട വിഷയമാണ്. അതില് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഉപയോഗിക്കുന്ന ആഭരണം, ഹലാലായ ഉപയോഗിക്കുന്ന ആഭരണം എത്ര ഉണ്ടെങ്കിലും അത് വീട്ടുപകരണങ്ങളുടെ പരിധിയിലാണ് വരിക. ഉദാഹരണം പറയാ, ഒരു വീട്ടിലെ ഫർണിച്ചർ 10 ലക്ഷം രൂപ വില പിടിക്കുന്ന ഫർണിച്ചർ സാധനങ്ങൾ ഉണ്ടെന്ന് വെക്കട്ടെ. കട്ടിലും മേശയും കസാലകളും ആൾമറകളും തുടങ്ങി ഒരു വീട്ടിലെ ഉപയോഗ വസ്തുക്കളായിക്കൊണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ വസ്തുക്കളുണ്ട്. എന്നാൽ ഇതിന് കൊല്ലം തോറും സക്കാത്ത് കൊടുക്കണമെന്ന് 2 കാര്യത്തിൽ നടക്കുന്ന ഏതെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ പറയോ? വീട്ടുപകരണങ്ങൾക്ക് 10 ചട്ടിക്ക് ഒരു ചട്ടി, 10 കസാലക്ക് ഒരു കസാല, 10 കട്ടിലിന് ഒരു കട്ടില്, അങ്ങനെ സക്കാത്ത് കൊടുക്കലുണ്ടോ ഇസ്ലാമില്? എന്നതുപോലെ അള്ളാഹു ഉപയോഗിക്കൽ ഹലാലാക്കിയ ആഭരണം സ്ത്രീയുടെ നിത്യോപയോഗ വസ്തുവാണ്. അത് വീട്ടുപകരണങ്ങൾ പോലെ നിത്യോപയോഗ വസ്തു എന്ന നിലക്ക് അതിന് സക്കാത്ത് ഫർളില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖൗല്. അതിന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ തെളിവ് മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഉടമയിൽ 200 മിസ്കാല് തൂക്കം വരുന്ന ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ സഹോദരിക്കും സഹോദര പുത്രിമാർക്കും ഉപയോഗിക്കാൻ വേണ്ടി അവരത് കൊടുക്കാറുണ്ടായിരുന്നു. ആയിഷ ബീവി ആഭരണം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ അവരുടെ ഉടമയിൽ 200 മിസ്കാൽ, 20 മിസ്കാലല്ല, 200 മിസ്കാല് തൂക്കം വരുന്ന
ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്റെ സഹോദരി ഉമ്മു കുൽസൂമിനും അതുപോലെ തന്നെ സഹോദരന്മാരുടെ പെൺമക്കൾക്കും ഉപയോഗിക്കാൻ കൊടുക്കാറായിരുന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പോലും ഈ ആഭരണത്തിന് സക്കാത്ത് കൊടുത്തിരുന്നില്ല. ആയിഷ ബീവി ഫിഷ്കുള്ള ആളാണെന്ന് ലോകത്ത് ആരെങ്കിലും പറയോ? ഒരു ദിവസം 1,00,000 ദിർഹം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു കൊടുത്തയച്ചിട്ട് അന്ന് വൈകിട്ടായപ്പോഴേക്ക് അതിൽ നിന്ന് 1 ദിർഹം പോലും ബാക്കിയില്ലാതെ സദഖ ചെയ്തിട്ട് അവസാനം നോമ്പ് തുറക്കാൻ സമയത്ത് പരിചാരിക കുറച്ച് ജെയ്ത്തെണ്ണയും റൊട്ടിയും കൊണ്ടേ കൊടുത്തുകൊണ്ട് പറഞ്ഞു, എത്ര പൈസ ഇവിടെ സദഖ ചെയ്ത് 1 ദിർഹം അതിന്ന് എടുത്തിണെങ്കിൽ ഒരു രാത്രി ഇറച്ചി വാങ്ങിയെങ്കിൽ ഇപ്പൊ നോമ്പ് തുറക്കാൻ ഒരു കറി വെക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം എന്നാ അത് അപ്പൊ പറയണ്ട, എനിക്കിപ്പോ അത് അറിയില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ലേനല്ലോ. സദഖ ചെയ്യുന്ന സമയത്ത് സ്വന്തം വീട്ടിലെ അന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യം പോലും ചിന്തിക്കാതെ സദഖ ചെയ്തിരുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ 200 മിസ്കാൽ തൂക്കം വരുന്ന ആഭരണം സ്വന്തം ഉടമയിലുണ്ടായിട്ട് സക്കാത്ത് കൊടുത്തിട്ടില്ല. ഇതുകൊണ്ട് ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. രണ്ടാമത് മറ്റൊരു സംഭവം കൂടി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. മഹദിയായിരിക്കുന്ന അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിന്റെ ജ്യേഷ്ഠത്തി അസ്മാ ബീവി സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്തച്ചിയാണ്. അവരുടെ അടുക്കൽ 400 മിസ്കാലിന്റെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതും തന്നെ അവര് മക്കൾക്കും പേരമക്കൾക്കും ഒക്കെ ഉപയോഗിക്കാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അസ്മാ റളിയല്ലാഹു തആല അൻഹ ഇതിന് സക്കാത്ത് കൊടുത്തിട്ടില്ല. നബി തങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ളവരും വലിയ വിവരമുള്ളവരുമായിരുന്ന ഈ 2 മഹദികളുടെ കയ്യിൽ ഇത്രയും ഭീമമായ ആഭരണം ഉണ്ടായിട്ട് അതിനൊരിക്കൽ പോലും സക്കാത്ത് കൊടുത്തില്ല എന്ന ഒറ്റ കാരണം മതി ഉപയോഗിക്കൽ ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഉപയോഗിക്കൽ ഹലാലായ ആഭരണം എത്ര തൂക്കമുണ്ടെങ്കിലും അതിന് സക്കാത്ത് ഫർദില്ല എന്നതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ്. ഓക്കെ, അത് ഇനി വേറെ മദ്ഹബുകാർ പറയും, അത് ആ മദ്ഹബുകാർ പറഞ്ഞോട്ടെ. മൗദൂദിക്ക് ഗ്യാസും കുറ്റിയാണോ, അതല്ല കോണിയാണോ, ഇനി അതല്ല തോണിയാണോ, അതും അല്ലെങ്കിൽ രണ്ടലയാണോ, ഏതാണ് മെച്ചെന്ന് അത് പറഞ്ഞോട്ടെ. ഓല് അത് പറയേണ്ട രാഷ്ട്രീയക്കാരാണ്, ഒരു മതസംഘടനയല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഉസ്താദേ, എന്റെ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ നോമ്പ്, കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഒഴിവാക്കി പോയ ആള് ഈ വരുന്ന നോമ്പിന്റെ ഇടയിൽ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത നോമ്പിന് ശേഷം നോമ്പോടുകൂടി ഒരു മുദ്ദും കൊടുക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഒരാള് കഴിഞ്ഞ നോമ്പ് നിർബന്ധമായ കാലങ്ങൾക്ക് ശേഷം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇടക്കിടക്കായി ഒരുപാട് നോമ്പ് അയാൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു 4 വർഷം മുമ്പ് ഒരു 4 നോമ്പ്, 5 വർഷം മുമ്പ് ഒരു 5 നോമ്പ്. ഇങ്ങനെ അയാൾ ഇപ്പൊ കണക്ക് കൂട്ടി നോക്കിയപ്പോ ഒരു 50 നോമ്പ് കളാ വീട്ടേണ്ടതുണ്ട്. മുദ്ദ് കൊടുക്കാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോ 100 മുദ്ദുണ്ട്. എങ്കിൽ അയാൾക്ക് ആദ്യമായിട്ട് 100 മുദ്ദ് ഒന്നിച്ച് സാധുക്കൾക്ക് വിതരണം ചെയ്തതിന് ശേഷം ഈ വർഷം സാവകാശം 50 നോമ്പ് നോക്കി വീട്ടിയാൽ മതിയോ? അതല്ല ഓരോ നോമ്പും നോക്കിയിട്ട് അതിൻ്റെതായ മുദ്ദ്, ചിലപ്പോൾ ഒരു നോമ്പിന് 4 ആകാം, മറ്റൊരു നോമ്പിന് 3 മുദ്ദുണ്ടാകാം, വേറെയും പിന്നെ നോമ്പിന് 1 മുദ്ദുണ്ടാകാം. ഇങ്ങനെയാണോ കൊടുക്കേണ്ടത്? അതല്ല ഈ 100 മുദ്ദും ഒന്നിച്ചു കൊടുത്തതിന് ശേഷം സാവകാശം 50 നോമ്പ് നോക്കി വിട്ടിയാൽ മതിയാകുമോ? അല്ലെങ്കിൽ ആദ്യം മുദ്ദ കൊടുത്തിട്ട് പിന്നെ നോമ്പ് നോക്കിയാൽ പറ്റുമോ? അല്ലെങ്കിൽ ഓരോ നോമ്പും സെപ്പറേറ്റ് ആയിട്ട് നോക്കിയിട്ട് അതിൻ്റെതായ മുദ്ദ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അതൊക്കെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അതായത് രണ്ടും 2 വേറെ വേറെ നിർബന്ധം. നോമ്പ് നോക്കുക എന്ന് പറയുന്നത് കളാ വീട്ടുകയാണ്. അത് നമ്മളെ മേലെ എപ്പോഴും കടമയാണ്. അത് എപ്പോഴാണോ വീട്ടുന്നത് വീട്ടുമ്പോൾ വീടും. മുദ്ദ് എന്ന് പറയുന്നത് പിന്തിച്ചതിൻ്റെ ഉള്ള പണിഷ്മെന്റ് ആണ്. മനസ്സിലാക്കുക. ഒരു കൊല്ലം നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാന്റെ മുമ്പ് നോൽക്കാതിരുന്നതിന്റെ പേരിൽ അവന് കൊടുക്കുന്ന ഒരു ചെറിയ ശിക്ഷയാണ്, ഒരു പണിഷ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ മുദ്ദ്. അത് നോറ്റ് വീട്ടിയതിന്റെ ശേഷം കൊടുത്താലും കുഴപ്പമില്ല, ആദ്യം അത് കൊടുത്തതിന് ശേഷം നോമ്പ് നോറ്റ് വീട്ടിയാലും കുഴപ്പമില്ല. രണ്ടും നേരിട്ടല്ല ബന്ധം. മനസ്സിലായില്ലേ?
നോമ്പ് കളായത് അതേ എണ്ണം നമ്മൾ കളാ വീട്ടണം. അതെപ്പോഴായാലും കളാ വീട്ടണം. പിന്തിക്കുക എന്ന് പറയുന്നത് ഒരു വീഴ്ചയാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്നിച്ചും ചെയ്യാം, കുറേശ്ശെ കൊടുത്ത് വീട്ടിയാലും മതി. അതല്ല ഓരോ ദിവസത്തിന്റെ പ്രത്യേകം കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അത് ഇന്നതുപോലെ തന്നെ ആവണമെന്ന് ഷർത്തില്ല എന്നർത്ഥം. രണ്ടും രണ്ട് സ്വതന്ത്രമായ സംഗതികളാണ്. ഈ നോമ്പ് ഫർളായ നോമ്പ് കളാ വീട്ടൽ അള്ളാഹുത്തആല നമ്മളെ മേൽ ഫർളാക്കിയതാണ്, നമ്മൾ സൗകര്യം പോലെ നോറ്റ. അതേസമയത്ത് പിന്തിക്കുക എന്ന് പറയുന്നത് ഇവന്റെ അടുക്കൽ വരുന്നൊരു വീഴ്ചയാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഫിദിയ കൊടുക്കുന്നത്. അതും കൂടെ ആവാം, ഒന്നിച്ചു നേരത്തെ കൊടുത്തിട്ടാവാം, നോമ്പ് നോറ്റിയ വീട്ടിയതിന് ശേഷമാവാം, ഇടക്കുമാവാം. രണ്ടായാലും കുഴപ്പമില്ല. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ നോമ്പ് പിന്തിച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലത്തിന് മുമ്പ് കൂടി വരും. അതായത് ഇപ്പൊ നമ്മൾ ഈ കൊല്ലം ഒരു 5 നോമ്പ് വിട്ട് അടുത്ത റമളാന് മുമ്പ് അത് നോറ്റ് വിട്ടില്ല, അതിന്റെ അടുത്ത വർഷം കൂടിയില്ലെങ്കിൽ നോറ്റ് വിട്ടില്ലെങ്കിൽ അപ്പൊ കൂടി വരും. ഒന്നുകൂടെ അങ്ങനെയാണ് ഞാൻ കേട്ടുള്ളത്. അതൊന്നും കൂടി വിശദീകരിച്ച് വന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. കൂടി വരും. കൊല്ലം കൂടും തോറും നോമ്പ് കൂടി വരും. ഒരു കൊല്ലം പിന്തിച്ചാല് ഒരു മുദ്ദ് വരും ഒരു നോൻപിന്. 2 കൊല്ലം പിന്തിച്ചാൽ 2 മുദ്ദ് വരും. അങ്ങനെ 10 കൊല്ലം വരെ പിന്തിച്ചാൽ 10 മുദ്ദ് വരും ഓരോ ദിവസത്തെ നോമ്പിനും. അതായത് കുറെ കാലം അങ്ങനെ കാരക്കോസ് കളിച്ച് അന്നൊന്നും നോൻപ് വെച്ചില്ല. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം ഇയാൾ ഒരു നേരെ ലെവലിലെത്തി അവര് തെറ്റിനൊക്കെ തൊട്ടൊക്കെ തൗബ ചെയ്ത് ഇബാദത്തുകളൊക്കെ ചെയ്യണം ചിന്തിക്കുമ്പോൾ അപ്പോഴവൻ ചിന്തിച്ച് ഞാൻ ഇത്ര കൊല്ലത്തെ നോമ്പ് നോൽക്കാത്തുണ്ടല്ലോ, എന്നാ എത്ര കൊല്ലായോന്ന് വെച്ചാൽ ഓരോ കൊല്ലത്തിന് ഒരു മുദ്ദ് എന്ന വീതം ഓരോ നോമ്പിനും കൊടുത്തു വീട്ടിയിരിക്കണം. അങ്ങനെ പിന്തിച്ചതിന് കൊല്ലം തോറും കൊല്ലം ആവർത്തിക്കുന്നതിനനുസരിച്ച് മുദ്ദിന്റെ എണ്ണവും ആവർത്തിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഒരു വിഷയം വന്നൊരു എന്താണ് ഉസ്താദ്, ഈ ചില ആളുകളൊക്കെ ഈ ചില പേഴ്സുകള് അതുപോലെ തന്നെ ചില വാഹനങ്ങളൊക്കെ ഇത് വന്നതിന് ശേഷമാണ് എനിക്കൊരു ബർക്കത്തുണ്ടായത്, ഐശ്വര്യം ഉണ്ടായത് എന്നുള്ള രൂപത്തിൽ സൂക്ഷിച്ചു പോരുന്നു. അല്ലെങ്കിൽ ചില പേഴ്സുകളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായതിനു ശേഷം ഒരു ക്യാഷിനൊരു എനിക്കൊരു തടസ്സം ഉണ്ടാവാറില്ല എന്നുള്ള രൂപത്തിൽ സൂക്ഷിച്ചു പോരാറുണ്ട് പല ആളുകളും. എത്ര കേട് വന്നാലും പഴകിയതായാലും ഒക്കെ ശരി. ആ ഒരു രൂപത്തില് അങ്ങനെ സൂക്ഷിച്ചു പോരുന്നതിന് വല്ല തെറ്റുണ്ട്? ആ ഒരു രൂപത്തിലുണ്ട്, ആ ഒരു വിശ്വാസപ്രകാരം അങ്ങനെ സൂക്ഷിച്ചു പോരുമ്പോ അതിന് വല്ല അടിസ്ഥാനപരമായിട്ട് വല്ല തെറ്റുമുണ്ടോ എന്നാണ് ഉസ്താദ് ഒരു ചോദ്യം. പിന്നെ കൂട്ടത്തിൽ ഉസ്താദ് ഒരു കാര്യം കൂടെ മറുപടി പറയണോ ഉസ്താദ്, അറിയാനുണ്ട് ഉസ്താദ്. ഒരു ചോദ്യം വന്നത് തന്നെയാണ് നേരത്തെ മുൻപുമായി ബന്ധപ്പെട്ട്. ഒരു സഹോദരിക്ക് റമളാൻ മാസത്തിൽ സാധാരണ ഉണ്ടാവുന്ന ദിവസങ്ങളിലെ നോമ്പ് നോറ്റ് അങ്ങനെ നോക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ പല അസുഖവും മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ അവസാനമായപ്പോഴേക്ക് അത് നോറ്റ് വീട്ടാൻ കഴിയാതെ പോയി. ഇത് ഈ റമളാൻ മാസത്തിൽ തന്നെ മുദ്ദ് കൊടുക്കുന്നോ, റമളാൻ മാസത്തിന് ശേഷം അതോ ഈ റമളാൻ മാസത്തിൽ മുദ്ദ് കൊടുക്കണതിന് ശേഷം കൊടുക്കണോ എന്നാണ് ഉസ്താദ് ആ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ പറഞ്ഞതിന് തിരിഞ്ഞില്ലേ, മുദ്ദ് പിന്തിച്ചതിനാണ്. അത് എപ്പോഴായാലും കൊടുക്കണം. റമളാൻ മാസത്തിലോ ശേഷമോ എന്നൊന്നും ഇപ്പൊ അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ മറ്റേയാൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയിൽ തന്നെ അത് പെട്ടില്ലേ. ഈ കൊല്ലത്തെ നോമ്പ് അടുത്ത റമളാൻ വരെ നോറ്റ് വീട്ടാൻ പറ്റാതെ വന്നാൽ, നോൽക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി കൊണ്ട് ഷറാനുവദിക്കുന്ന ഉദുർ കൊണ്ടാണെങ്കിൽ ഫിദിയൊന്നും വേണ്ട. ഷറാനുവദിക്കുന്ന ഉദുർ ഇല്ലാതെ പിന്തിയാല് ഒരു കൊല്ലത്തിന് ഒരു മുദ്ദ്, ഒരു ദിവസത്തിന് ഒരു മുദ്ദ് വീതം കൊടുക്കണം. ആ കൊല്ലം എണ്ണ ഏറുമാണ്. അത് അടുത്ത നോമ്പിന് ശേഷം കളാ വീട്ടുമ്പോ കൊടുത്താലും മതി, അതിന്റെ മുമ്പ് കൊടുക്കാനും പറ്റും, ഇനി അപ്പോൾ ഉള്ളെങ്കിൽ അതിന് ശേഷം കൊടുത്താലും മതി. രണ്ടും രണ്ട് കാര്യമാണെന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞിരപ്പത് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞ അതിന് മനസ്സിലായത് പിന്നെ അത് തന്നെ രണ്ടാമതെടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മഹാന്മാരുടെ ബർക്കത്തുള്ളതാണെങ്കിൽ അതിന് അസലുണ്ട്. ഉദാഹരണം, ഒരു സ്വാലിഹായ ഒരാള് തന്ന ഒരു സാധനാണ്. അതല്ലെങ്കിൽ ഒരു ബർക്കത്തുള്ള ഒരു സയ്യിദോ അതല്ലെങ്കിൽ എന്തോ ഒരു സൂഫി വര്യനോ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ മക്കാമ് പോലത്തെ
ഓരോരുത്തർ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. അത് ബർക്കത്തിന് വേണ്ടി വെക്കുന്നതിന് അസുലുണ്ട്. അല്ലാത്തോടത്ത് തെറ്റില്ല എന്നല്ലാതെ അത് നമ്മളൊരു ധാരണ എന്നതിൽ കവിഞ്ഞ് അതിന് തെറ്റുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യവുമില്ല. അതേസമയത്ത് മഹാന്മാരും അവരാസറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന് പ്രത്യേകം ബർക്കത്തുണ്ട്, അത് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതുമാണ്. എനിക്ക് ഈ ചീരി എന്താ കൈവോക്കി നിൽക്കുന്നുണ്ട്, വേഗം കീശീരിയ സമയം കഴിഞ്ഞാണ്, ഏതായാലും ഒന്നെടുത്തോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ കുട്ടിക്കാലം എന്റെ ചോദ്യത്തോടു കൂടിയാണെന്നാ തോന്നുന്നത്. ആരും വേറെ കാണുന്നില്ല. ഏതായിരുന്നാലും ഞാൻ ചോദിക്കാം. പിന്നെ റമളാനുമായി ബന്ധപ്പെട്ട തന്നെയാണ്. റമളാനിലെ നിസ്കാരത്തിന് ഇമാമായി ഒരു വ്യക്തിക്ക് നിശ്ചിത സംഖ്യ പ്രതിഫലം നൽകാമെന്ന് ഏറ്റിരുന്നു. ജനങ്ങളിൽ നിന്ന് തഥാവശ്യാർത്ഥം പിരിവ് നടത്തിയപ്പോൾ നിശ്ചിത സംഖ്യയിൽ കൂടുതൽ കിട്ടി എങ്കിൽ ബാക്കി സംഖ്യ എന്ത് ചെയ്യണം? പ്രതിഫലമായി തുക നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പിരിഞ്ഞു കിട്ടിയ സംഖ്യ മൊത്തം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമോ? മിതമായ സംഖ്യ കൊടുത്ത് ബാക്കി പള്ളിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ചുകൂടെ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംഖ്യ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയിച്ച സംഖ്യ കൊടുത്താൽ മതി. സംഖ്യ നിശ്ചയിച്ചതല്ല എങ്കിൽ ആ വിഷയത്തിന് വേണ്ടി പിരിച്ച കാശ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. അത് തോന്നുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എത്ര കണ്ണുകടിയാട്ടണ്? ചില കമ്മിറ്റിക്കാരെ കണ്ണും കടിയാക്കി ചിരിയത്. അത് മൂല്യാർക്കോ ഒക്കെ പാടെന്തിനാ കൊടുക്കണ്? മൂല്യാർക്ക് കൊടുക്കാൻ വേണ്ടി കിട്ടിയ പൈസ അല്ലേ, അതിന് വേണ്ടി നിങ്ങൾ പിരിച്ചതല്ലേ. അത് തോന്നുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ കണ്ണുകടി കാട്ടണ്ടല്ലോ. അതേ സമയത്ത് മൂല്യാരോട് ആകെ ഇത്ര ഉറുപ്പ്യ തരും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ പറഞ്ഞ സംഖ്യ കൊടുക്കലേ കടമയുള്ളൂ. ഓക്കെ, മതി, സമയം പങ്കുകൊടുക്കാനായി മതിയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആസന്നമായ റമളാനു ഷരീഫിനെ അത് അർഹിക്കുന്ന രീതിയിൽ സ്വീകരിച്ച് അള്ളാഹുവിന് പൊരുത്തപ്പെടുന്ന ഇബാദത്തുകളെ കൊണ്ട് അതിനെ സജീവമാക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ഈ മാസത്തിന്റെ മുമ്പും മാസത്തിലും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച് ഭാഗ്യവാന്മാരിലും അവന്റെ മഗ്ഫിറത്തിന് അഹ്ലായ മഹാഭാഗ്യവാന്മാരിലും അവസാനം നരകത്തെ തൊട്ട് എത്തിച്ചു ചെല്ലപ്പെടുന്ന ഭാഗ്യവാന്മാരിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനു ഷരീഫും റമളാനു ഷരീഫും അനുകൂലമായി സാക്ഷി നിന്ന് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു തമ്പുരാൻ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബെ, ഞങ്ങളൊക്കെ പാവികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നിന്റെ മഹളായ ഫള് കൊണ്ട് ആസന്നമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. നല്ലത് പറയാനും നല്ലത് ചെയ്യാൻ